ഇന്ന് നമുക്ക് നോക്കാനുള്ള ടോപ്പിക് SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്. PSCയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, 5 മാർക്കിന്റെ ഒരു ടോപ്പിക്കാണ് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്, അല്ലെങ്കിൽ SC/ST വിഭാഗത്തിനെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്ന നിയമം 1989. നോക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾ തടയാനായി നമ്മുടെ കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമമാണ് SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്. നിലവിൽ വന്നത് 1989. നിയമം വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1989. 89 പാർലമെന്റ്, ഇന്ത്യയുടെ പാർലമെന്റ് SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പാസ്സാക്കുന്നത്. ഈ നിയമം ലോക്സഭ പാസ്സാക്കിയത്, SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ലോക്സഭ പാസ്സാക്കുന്നത് 1989 ഓഗസ്റ്റ് 16. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ലോക്സഭ എന്നാണ് പാസ്സാക്കിയത്? 1989 ഓഗസ്റ്റ് 16. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന നിയമം എന്താണ്? SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്, അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട നിയമം 1989. ഈ നിയമം ലോക്സഭ പാസ്സാക്കുന്നത് 1989 ഓഗസ്റ്റ് 16 എന്നാണ് പാസ്സാക്കിയത്. 1989 ഓഗസ്റ്റ് 16. ഇനി നമ്മുടെ നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വരണമെങ്കിൽ ലോക്സഭ പാസ്സാക്കിയതിനു ശേഷം ആ നിയമം രാജ്യസഭ പാസ്സാക്കണം, അതിനുശേഷം രാഷ്ട്രപതി ഒപ്പുവെക്കണം, അതിനുശേഷം എന്ത് ചെയ്യണം? നിയമം നിലവിൽ വരണം. 1989 ഓഗസ്റ്റ് 16 ലോക്സഭ പാസ്സാക്കിയെങ്കിൽ ഈ നിയമം രാജ്യസഭ പാസ്സാക്കിയത് 1989 ഓഗസ്റ്റ് 18. 2 ദിവസത്തിന് ശേഷമാണ് ഈ നിയമം ആര് പാസ്സാക്കുന്നത്? രാജ്യസഭ പാസ്സാക്കുന്നത്. അപ്പോൾ ലോക്സഭ പാസ്സാക്കിയത് 89 ഓഗസ്റ്റ് 16, രാജ്യസഭ പാസ്സാക്കുന്നത് 89 ഓഗസ്റ്റ് 18. എന്നാൽ ഈ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്, അഥവാ ഈ നിയമത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1989 നവംബർ 9. 1989 നവംബർ 9 ഈ നിയമത്തിൽ ആര് ഒപ്പുവെച്ചത്? രാഷ്ട്രപതി. അപ്പോൾ നമ്മൾ 3 ഡേറ്റ് പറഞ്ഞു. SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ലോക്സഭ പാസ്സാക്കിയത് 1989 ഓഗസ്റ്റ് 16, രാജ്യസഭ പാസ്സാക്കിയത് 89 ഓഗസ്റ്റ് 18, രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1989 നവംബർ 9. എന്നാൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്, അഥവാ നിലവിൽ വന്നത് 89 നിലവിൽ വന്നത് 1990 ജനുവരി 30. നിയമം പാസ്സാക്കിയ ഡേറ്റ് ആണ്, വർഷമാണ് 1989 പഠിച്ചത്. എന്നാൽ ഈ നിയമം രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വന്നത് 1990 ജനുവരി 30. അപ്പൊ നമ്മൾ 4 ഡേറ്റുകളാണ് പഠിച്ചത്. 1989 ഓഗസ്റ്റ് 16, 1989 ഓഗസ്റ്റ് 18, 1989 നവംബർ 9. നിയമം പ്രാബല്യത്തിൽ വന്നത് 1990 ജനുവരി 30. 1990 നിലവിൽ വന്ന, അല്ലെങ്കിൽ 89 പാസ്സാക്കിയ അട്രോസിറ്റീസ് റൂളിനെ 2 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഈ നിയമത്തിന് എത്ര തവണ ഭേദഗതി ചെയ്തു? 2 തവണ ഭേദഗതി ചെയ്തു. ആദ്യമായി ഈ നിയമത്തിനെ ഭേദഗതി ചെയ്തത് 2015, രണ്ടാമത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഭേദഗതി 2018. അപ്പൊ അട്രോസിറ്റീസ് റൂളിനെ 2 തവണ ഭേദഗതി ചെയ്തു. ഏതെല്ലാം വർഷങ്ങളിൽ? 1989 നിയമം വന്നു, 2015 ഒന്നാമത്തെ ഭേദഗതി, 2018 രണ്ടാമത്തെ ഭേദഗതി. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് റൂൾ ഇറക്കിയത് 1995. നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞത്. അട്രോസിറ്റീസ് ആക്ട് വന്നതാണ്, SC/ST അട്രോസിറ്റീസ് ആക്ട് വന്നതാണ് 1989. ആക്ട് പാസ്സാക്കിയത് 89. എന്നാൽ ഈ അട്രോസിറ്റീസ് റൂൾ വന്നത്, ആക്ട് നിയമമാണ്, റൂൾ എന്ന് പറയുമ്പോൾ ചട്ടമാണ്. അപ്പൊ ഈ കേന്ദ്ര സർക്കാർ ഈ റൂള് നിലവിൽ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചട്ടങ്ങൾ, അല്ലെങ്കിൽ ഈ നിയമം വരുന്ന സമയത്ത് കുറച്ച് റൂൾസ് ഉണ്ടാക്കി. അതായത് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്ന കാലക്രമത്തിൽ കേന്ദ്ര സർക്കാർ ഈ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം രീതിയിൽ ശിക്ഷ നൽകാൻ കഴിയും, ആ ഒരു രീതിയിലുള്ള കുറച്ച് ചട്ടങ്ങൾ അഥവാ റൂൾസ് ഉണ്ടാക്കി. അതാണ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് റൂൾ. വ്യത്യാസം മനസ്സിലാക്കുക. അട്രോസിറ്റീസ് ആക്ട് അഥവാ നിയമമാണ് 1989. എന്നാൽ അട്രോസിറ്റീസ് റൂള് അഥവാ അട്രോസിറ്റീസ് ചട്ടങ്ങൾ ഇറങ്ങിയത് 1995.
അപ്പൊ എന്താണ് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് റൂൾ ഇറക്കിയത് 1995-ലാണ്. ഈ നിയമപ്രകാരം SC/ST വിഭാഗവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കാനായി ഓരോ ജില്ലയിലും ഓരോ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണം. അതായത് നമ്മൾ ഈ നിയമപ്രകാരം SC/ST വിഭാഗം, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നേരിടുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് SC/ST വിഭാഗം. അപ്പൊ അവർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മുടെ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയതാണ് നമ്മുടെ SC/ST അട്രോസിറ്റീസ് റൂൾ. അപ്പൊ ഈ നിയമപ്രകാരം നമ്മുടെ SC/ST വിഭാഗവുമായി ബന്ധപ്പെടുന്ന എല്ലാ കേസുകളും ഓരോ ജില്ലയിലും പരിഗണിക്കാനായി ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ എന്ത് ചെയ്തിരിക്കണം? നിയമിച്ചിരിക്കണം. ആരെ നിയമിക്കണം? ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചിരിക്കണം. ഇപ്പൊ SC/ST വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പരിഗണിക്കാനായി ഓരോ ജില്ലയിലും ആരെ നിയമിച്ചിരിക്കണം? ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചിരിക്കണം. ഇത് നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വിഭാഗത്തിന്റെ കേസുകൾ പരിഗണിക്കാനായി ആര് വേണം? ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടായിരിക്കണം. SC/ST വിഭാഗവുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ വിചാരണ ചെയ്യാനായി സംസ്ഥാന സർക്കാർ ഓരോ ജില്ലയിലും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സമ്മതത്തോടെ ഒരു സ്പെഷ്യൽ കോടതി സ്ഥാപിച്ചിരിക്കണം. ഇപ്പൊ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം നിയോഗിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹം ഒരു സ്പെഷ്യൽ കോടതിയുടെ കീഴിലായിരിക്കണം. ഇപ്പൊ ഒരു സ്പെഷ്യൽ കോടതി എല്ലാ ജില്ലയിലും സംസ്ഥാന സർക്കാർ എല്ലാ ജില്ലയിലും എന്ത് കോടതി രൂപീകരിക്കണം? ഒരു സ്പെഷ്യൽ കോടതി രൂപീകരിക്കണം. സംസ്ഥാന സർക്കാർ എല്ലാ ജില്ലയിലും സ്പെഷ്യൽ കോടതികൾ രൂപീകരിക്കേണ്ടത് ആരുടെ അഭിപ്രായം മാനിച്ചായിരിക്കണം? സംസ്ഥാനത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സമ്മതത്തോടു കൂടി എല്ലാ ജില്ലയിലും ഏത് കോടതി രൂപീകരിക്കണം? സ്പെഷ്യൽ കോടതി രൂപീകരിക്കണം. ആ സ്പെഷ്യൽ കോടതിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കേണ്ടത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ SC/ST വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പരിഗണിക്കാനായി നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ ജില്ലകളിലും ഒരു സ്പെഷ്യൽ കോടതി രൂപീകരിക്കണം. സ്പെഷ്യൽ കോടതിയെ രൂപീകരിക്കാനുള്ള അധികാരം ആർക്കാണ്? സ്പെഷ്യൽ കോടതിയെ രൂപീകരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ആരുടെ അഭിപ്രായം മാനിച്ച്? സംസ്ഥാനത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സമ്മതത്തോടു കൂടി മാത്രമേ സ്പെഷ്യൽ കോടതി സംസ്ഥാന സർക്കാർ രൂപീകരിക്കാവൂ. ആ സ്പെഷ്യൽ കോടതിയിൽ കേസുകൾ പരിഗണിക്കാനായി ആരുണ്ടായിരിക്കണം? ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി കേസുകൾ കുറവുള്ള ജില്ലകളിൽ സ്പെഷ്യൽ കോടതിയായി സെഷൻസ് കോടതി സ്ഥാപിക്കാം. എല്ലാ ജില്ലകളിലും SC/ST വിഭാഗവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കേസുകൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ചില ജില്ലകളിൽ SC/ST വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനത്തെ ജില്ലകളിൽ സ്പെഷ്യൽ കോടതി തന്നെ സ്ഥാപിക്കണമെന്ന് നിർബന്ധമില്ല. ഏത് കോടതിയായാലും മതി, ഒരു സെഷൻസ് കോടതി ആയാലും മതിയാവും. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മൾ നിയമത്തിൽ പറയുന്നത് എല്ലാ ജില്ലകളിലും ഈ വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പരിഗണിക്കാൻ സ്പെഷ്യൽ കോടതി ഉണ്ടായിരിക്കണം. എന്നാൽ ചില ജില്ലകളിൽ കേസുകൾ കുറവാണെങ്കിൽ സ്പെഷ്യൽ കോടതിയുടെ ആവശ്യമില്ല. ഏത് കോടതി മതിയാവും? ഒരു സെഷൻസ് കോടതി മതിയായിരിക്കും. ഓക്കെ ആണല്ലോ. ഈ സ്പെഷ്യൽ കോടതിയിലോ ഈ സെഷൻസ് കോടതിയിലോ ആണ് നമ്മൾ ആരെ നിയമിക്കേണ്ടത്? ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കേണ്ടത്. ഇനി കേസുകൾ 2 മാസത്തിനുള്ളിൽ തീർപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്താനായി മതിയായ എണ്ണം കോടതികൾ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും. നിയമത്തിൽ ഒരു ജില്ലയിൽ ഒരു കോടതിയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കേസുകൾ കുറവുള്ള ജില്ലയിൽ ആ ഒരു സ്പെഷ്യൽ കോടതിയുടെ ആവശ്യമില്ല, സെഷൻസ് കോടതി മതിയാവും എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ചില ജില്ലകളിൽ കേസുകൾ വളരെ കൂടുതലായിരിക്കും. അപ്പൊ മതിയായ എണ്ണം കോടതികൾ സംസ്ഥാന സർക്കാരിന് രൂപീകരിക്കാൻ അധികാരമുണ്ട്. മിനിമം ഒരു സ്പെഷ്യൽ കോടതി ഉണ്ടായിരിക്കണം. എന്നാൽ കേസുകൾ കൂടുതലാണെങ്കിൽ എന്താണ്? മതിയായ എണ്ണം കോടതികൾ സ്ഥാപിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. എന്തിനാണ് ഇത്രയും കോടതികൾ, മതിയായ എണ്ണം കോടതികൾ സ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SC/ST വിഭാഗവുമായി ബന്ധപ്പെട്ട് ഈ നിയമപ്രകാരം ഏത് കേസുകൾ വന്നാലും 2 മാസത്തിനുള്ളിൽ അത് തീർപ്പാക്കിയിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. അതായത് SC/ST അട്രോസിറ്റീസ് റൂൾ പ്രകാരം ഈ നിയമത്തിന്റെ കീഴിൽ ഏത് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും എത്ര മാസത്തിനുള്ളിൽ തീർപ്പാക്കണം? 2 മാസത്തിനുള്ളിൽ തീർപ്പാക്കണം. അതിനുവേണ്ടി മതിയായ എണ്ണം എന്ത് സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്? കോടതികൾ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്.
7 വർഷത്തിൽ കുറയാത്ത അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയെയും സംസ്ഥാന സർക്കാരിന് പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ, ഒരു സ്പെഷ്യൽ കോടതി ഉണ്ടായിരിക്കണം. അവിടെ എന്ത് വേണം? ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടായിരിക്കണം. ഈ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ യോഗ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തി 7 വർഷത്തിൽ കുറയാത്ത അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്ത് പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കണം. അപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിന്റെ യോഗ്യത എന്താണ്? അദ്ദേഹം 7 വർഷത്തിൽ കുറയാതെ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്ത വ്യക്തിയായിരിക്കണം. ഓക്കെ ആണല്ലോ? ഈ നിയമപ്രകാരം ഒരു വ്യക്തിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനായി പ്രാഥമിക അന്വേഷണം ആവശ്യമില്ല. സാധാരണ നിലയിൽ നമ്മൾ ഏതെങ്കിലും ഒരു കേസ്, ഏതെങ്കിലും ഒരു പരാതി കൊണ്ടുവന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പോലീസ് എന്ത് ചെയ്യും? ഒരു പ്രാഥമിക അന്വേഷണം നടത്താറുണ്ട്. അത് അന്വേഷണം തെളിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കഴമ്പുള്ള അന്വേഷണം ഒരു കേസാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പോലീസ് എന്ത് രജിസ്റ്റർ ചെയ്യും? FIR രജിസ്റ്റർ ചെയ്യും. എന്നാൽ SC/ST അട്രോസിറ്റീസ് റൂൾ പ്രകാരം SC/ST വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും കേസാണ് ഒരു കോടതിയിൽ, ഒരു പോലീസിന്റെ പരിഗണനയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് എന്ത് നടത്തേണ്ട ആവശ്യമില്ല? പ്രാഥമിക അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല. കേസ് എപ്പോഴാണോ, പരാതി എപ്പോഴാണോ ലഭിച്ചത് അപ്പോഴും തന്നെ പോലീസ് എന്ത് രജിസ്റ്റർ ചെയ്തിരിക്കണം? FIR രജിസ്റ്റർ ചെയ്തിരിക്കണം. 2018 വരെ നമ്മൾ പറഞ്ഞായിരുന്നു, ഈ നിയമത്തിന് 2 തവണ ഭേദഗതി ചെയ്തു. ഒന്ന് 2015 ഭേദഗതി ചെയ്തു, 2018 ഭേദഗതി ചെയ്തു. 2018 ഭേദഗതിക്ക് മുമ്പ് വരെ SC/ST അട്രോസിറ്റീസ് റൂൾ പ്രകാരം വരുന്ന എല്ലാ കേസിലും FIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിരിക്കണം എന്നായിരുന്നു. എന്നാൽ 18 ഭേദഗതിക്ക് ശേഷമാണ് എന്ത് രജിസ്റ്റർ ചെയ്യാനായി, നമ്മൾ FIR രജിസ്റ്റർ ചെയ്യാനായി ഒരു പ്രാഥമിക അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018 വരെ ഈ പ്രാഥമിക അന്വേഷണ സമയത്ത് പോലീസ് കേസ് അട്ടിമറിക്കുമോ എന്നുള്ളൊരു ചില സംസാരങ്ങൾ, ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓവർകം ചെയ്യാൻ, അപ്പൊ അങ്ങനെയുള്ള ഒരു അട്ടിമറി SC/ST വിഭാഗത്തിന്റെ മേൽ വരാതിരിക്കാൻ വേണ്ടി 2018 ഭേദഗതിയിൽ FIR രജിസ്റ്റർ ചെയ്യാൻ എന്തിന്റെ ആവശ്യമില്ല എന്നാക്കി? ഒരു പ്രാഥമിക അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നാക്കി മാറ്റി. ഓക്കെ ആണല്ലോ? നമ്മൾ 2 പോയിന്റ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. 7 വർഷത്തിൽ കുറയാതെ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്ത ഒരു വ്യക്തിയെ എന്തായി നിയമിക്കാം? പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കാം. ഇനി ഈ SC/ST വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് FIR രജിസ്റ്റർ ചെയ്യാൻ എന്തിന്റെ ആവശ്യമില്ല? പ്രാഥമിക അന്വേഷണത്തിന്റെ ആവശ്യം ഇല്ല. അടുത്ത പോയിന്റ്, കുറ്റം ആരോപിക്കപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് അനുമതി ആവശ്യമില്ല. ഏതെങ്കിലും ഒരു വ്യക്തി SC/ST വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. അതായത് പരാതി ലഭിച്ചത് കുറ്റാരോപിതനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അപ്പൊ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻകൂറായിട്ടുള്ള എന്തിന്റെ ആവശ്യമില്ല? ഒരു അനുമതിയുടെ ആവശ്യമില്ല. നമുക്കറിയാം, ചില കേസുകളിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പോലീസിന് വാറണ്ട് വേണം. വാറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചില കേസുകളിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ കേസിൽ SC/ST അട്രോസിറ്റീസ് റൂൾ പ്രകാരം കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ എന്തിന്റെ ആവശ്യമില്ല? അനുമതിയുടെ ആവശ്യമില്ല, അഥവാ വാറണ്ടിന്റെ ആവശ്യം ഇല്ല. അടുത്ത പോയിന്റ്, ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ നൽകിക്കഴിഞ്ഞാൽ ആ കേസുമായി ബന്ധപ്പെട്ട പരാതിയുടെയും FIRന്റെയും പകർപ്പ് സൗജന്യമായി പരാതിക്കാരന് നൽകിയിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി, അവർക്ക് ഉണ്ടായ ഒരു അതിക്രമത്തിന്റെ പേരിൽ അട്രോസിറ്റീസ് റൂൾ പ്രകാരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. FIR അപ്പോഴും തന്നെ രജിസ്റ്റർ ചെയ്യാം. എന്തിന്റെ ആവശ്യമില്ല? പ്രാഥമിക അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ചെയ്ത ഉടനെ ആ FIRന്റെ കോപ്പിയും ആ പരാതിയുടെ കോപ്പിയും സൗജന്യമായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതിക്കാരന് നൽകിയിരിക്കണം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം, FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം അതിന്റെ കോപ്പി സൗജന്യമായി എന്ത് ചെയ്തിരിക്കണം? പരാതിക്കാരന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നൽകിയിരിക്കണം. ഓക്കെ, നമ്മൾ ഈ SC/ST അട്രോസിറ്റീസ് റൂൾ പ്രകാരം നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു സ്പെഷ്യൽ കോടതി ഈ വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പരിഗണിക്കാനായി ഒരു സ്പെഷ്യൽ കോടതി രൂപീകരിക്കണം. അപ്പൊ ഈ സ്പെഷ്യൽ കോടതി ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ കേസിൽ ഇരയായിട്ടുള്ള SC/ST വിഭാഗങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഉറപ്പുവരുത്താനായിട്ടുള്ള ചുമതല ആർക്കുണ്ട്? സ്പെഷ്യൽ കോടതിക്കുണ്ട്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് കേസ് വിചാരണ സമയത്ത് സ്പെഷ്യൽ കോടതി ഉറപ്പുവരുത്തേണ്ടത് എന്നതാണ് നമുക്ക് നോക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം, ഇരയ്ക്കും സാക്ഷിക്കും നീതി ഉറപ്പാക്കുന്നത് വരെ പൂർണ്ണമായ സംരക്ഷണം. ഇരയ്ക്കും സാക്ഷിക്കും
നീതി ഉറപ്പാക്കുന്നത് വരെ പരിപൂർണമായിട്ടുള്ള സംരക്ഷണം ആരുടെ ചുമതലയാണ്? സ്പെഷ്യൽ കോടതിയുടെ ചുമതലയാണ്. അതായത് ആ സമയത്ത് ഇരയായിട്ടുള്ള വ്യക്തിയും സാക്ഷിയെയും വിചാരണ തീരണത് വരെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ നൽകേണ്ടത് പോലീസ് ആയിരിക്കാം. പക്ഷെ അതിന് ഉത്തരവുകളെല്ലാം ഇറക്കുന്നതും അതെല്ലാം മേൽനോട്ടം വഹിക്കുന്നതും ആരായിരിക്കും? നമ്മുടെ സ്പെഷ്യൽ കോടതി ആയിരിക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഉറപ്പുവരുത്തേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം വിചാരണ എന്നിവയ്ക്കിടയിലുള്ള പരിപാലന ചെലവും യാത്രാ ചെലവും. ഈ അന്വേഷണത്തിന്റെ സമയത്തും വിചാരണയുടെ സമയത്തും കുറച്ച് പരിപാലന ചെലവുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു അന്വേഷണത്തിന്റെ സമയത്തോ വിചാരണ നടക്കുന്ന സമയത്തോ ഈ ഇരയ്ക്കും സാക്ഷിക്കും കോടതിയിലേക്ക് പോവുക, അതുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകൾ, അങ്ങനത്തെ അന്വേഷണവും വിചാരണ എന്നീ വേളകളിലുള്ള പരിപാലന ചെലവും യാത്രാ ചെലവും ഇരയ്ക്കും സാക്ഷിക്കും ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? നമ്മുടെ സ്പെഷ്യൽ കോടതി ആയിരിക്കണം. അപ്പൊ ഉറപ്പുവരുത്തേണ്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നേതാണ്? ഇരയ്ക്കും സാക്ഷിക്കും നീതി ഉറപ്പാക്കുന്നത് വരെ പൂർണ്ണമായിട്ടുള്ള എന്ത് നൽകണം? സംരക്ഷണം കോടതി നൽകണം. രണ്ടാമത്തെ, വിചാരണയുടെയും അന്വേഷണത്തിന്റെയും എല്ലാ ഘട്ടത്തിലും പരിപാലന ചെലവും യാത്രാ ചെലവും ഇരയ്ക്കും സാക്ഷിക്കും ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? നമ്മുടെ സ്പെഷ്യൽ കോടതിയായിരിക്കും. സ്പെഷ്യൽ കോടതി ഉറപ്പുവരുത്തേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ വിചാരണ എന്നിവയ്ക്കിടയിലുള്ള സാമൂഹിക സാമ്പത്തിക പുനരധിവാസം. അന്വേഷണത്തിന്റെയും വിചാരണയുടെയും സമയത്ത് ഇരകൾക്കുള്ള സാമൂഹികപരമായിട്ടുള്ള പുനരധിവാസം കോടതി ഉറപ്പുവരുത്തണം. ചിലപ്പോൾ ഇപ്പൊ ആ ഇരയുടെ ഏതെങ്കിലും ഒരു വീടോ അല്ലെങ്കിൽ വാസസ്ഥലമോ എന്തെങ്കിലും ഒരു അവരുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു സ്ഥലം നശിക്കുകയാണെന്ന് വിചാരിക്കാം. SC വിഭാഗക്കാരൻ താമസിക്കുന്ന ഒരു വീട് എന്ത് ചെയ്യാണ്? അതിക്രമം കാണിച്ച് നശിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അവരുടെ പുനരധിവാസം, അവർ ഇനി എവിടെ താമസിക്കണം, അവരുടെ ചെലവ് എങ്ങനെയാണ്, അതെല്ലാം ആര് ഉറപ്പുവരുത്തിയിരിക്കണം? ഈ സ്പെഷ്യൽ കോടതി തീർച്ചയായും ഉറപ്പുവരുത്തിയിരിക്കണം. അപ്പൊ സ്പെഷ്യൽ കോടതി ഉറപ്പുവരുത്തേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, അവരുടെ പൂർണ്ണ സംരക്ഷണം; രണ്ടാമത്തത്, അവരുടെ ചെലവ് വഹിച്ചോണം, അല്ലെങ്കിൽ അവരുടെ ചെലവ്, പരിപാലന ചെലവ്, യാത്രാ ചെലവെല്ലാം ഉറപ്പുവരുത്തണം. മൂന്നാമത്തെ എന്തായിരുന്നു? അവരുടെ പുനരധിവാസം. അത് സാമ്പത്തികവും സാമൂഹികപരമായിട്ടുള്ള പുനരധിവാസം ആര് നോക്കിക്കോണം? സ്പെഷ്യൽ കോടതി ഉറപ്പ് വരുത്തണം. ഇരയെയോ സാക്ഷിയോ വിവരദാതാവിനെയോ ഉപദ്രവിക്കാൻ ശ്രമിച്ചെങ്കിൽ ഉടനടി നടപടി സ്വീകരിക്കണം. ആവശ്യമെങ്കിൽ അതേ ദിവസം തന്നെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ ഇറക്കണം. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരയായ വ്യക്തിയെയോ അല്ലെങ്കിൽ സാക്ഷിയെയോ വിവരം നൽകിയ വിവരദാതാവിനെയോ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യാൻ ശ്രമിച്ചാൽ, ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കോടതി ഉറപ്പായിട്ടും ഇവർക്ക് വേണ്ടുള്ള സംരക്ഷണങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പറ്റുമെങ്കിൽ അതേ ദിവസം തന്നെ എന്ത് ചെയ്യണം? ഉത്തരവിറക്കിയിരിക്കണം. അപ്പൊ അത് അതേ ദിവസം തന്നെ ഇങ്ങനെ ഒരു ഉപദ്രവം നടന്നിട്ടുണ്ടെങ്കിൽ ഇനി മേലാൽ അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ സംരക്ഷണം ഏർപ്പെടുത്തണം, അതേ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് കോടതി ഇറക്കിയിരിക്കണം. ഏത് കോടതി? നമ്മുടെ സ്പെഷ്യൽ കോടതി ഇറക്കിയിരിക്കണം. ഓക്കെ ആണല്ലോ? ഇനി പരാതി ലഭിച്ച് 2 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കിയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. SC അട്രോസിറ്റീസ് റൂൾ പ്രകാരം ഏതെങ്കിലും ഒരു പരാതി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിചാരണകളെയും എത്ര മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ചിരിക്കണം? 2 മാസത്തിനുള്ളിൽ വിചാരണകളെല്ലാം പൂർത്തീകരിച്ചിരിക്കണം. അടുത്ത പോയിന്റ്, ഈ നിയമപ്രകാരം കേസുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കണം. ഇൻ ക്യാമറ ട്രയൽ ഉണ്ടായിരിക്കണം. കേസ് വരുന്ന സമയത്ത്, കേസിന്റെ വിചാരണ സമയത്ത്, അന്വേഷണ വേളകളിൽ, സാക്ഷികളുടെ വിസ്താരണ വേളകളിൽ എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കണം. അഥവാ ഇൻ ക്യാമറ ട്രയൽ ഉണ്ടായിരിക്കണം. തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. വിചാരണ സമയങ്ങൾ വരെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിചാരണ അല്ലെങ്കിൽ എല്ലാ നടപടികളും ഇൻ ക്യാമറ ട്രയൽ ഉണ്ടായിരിക്കണം. അതിക്രമം നടന്ന സ്ഥലം ജില്ലാ കളക്ടർ, SP, DYSP, RDO എന്നീ ഉദ്യോഗസ്ഥർ നിർബന്ധമായും സന്ദർശിച്ചിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറയുന്നത്. ഇത് വളരെ ചില്ലറക്കാരനായിട്ടുള്ള ഒരു നിയമമല്ല. നമ്മുടെ SC അട്രോസിറ്റീസ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്നാണ് അട്രോസിറ്റീസ് ആക്ട്. എന്തെങ്കിലും SC വിഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അതിക്രമം നടന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, ഈ നിയമത്തിന്റെ കീഴിലാണ് ആ അതിക്രമം വരുന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, ആ അതിക്രമം നടന്ന സ്ഥലം 4 ഉദ്യോഗസ്ഥര് സന്ദർശിച്ചിരിക്കണം. നിർബന്ധമായും സന്ദർശിക്കണം. 1 ജില്ലാ കളക്ടർ, 2 SP ആയിരിക്കണം, 3 DYSP ആയിരിക്കണം, 4 RDO ആയിരിക്കണം. ഈ 4 ഉദ്യോഗസ്ഥരും അതിക്രമം നടന്ന സ്ഥലം തീർച്ചയായും എന്ത് ചെയ്തിരിക്കണം? സന്ദർശിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? അടുത്ത പോയിന്റ്, ഈ നിയമപ്രകാരം കേസുകൾ DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചിരിക്കണം.
ഒരിക്കലും DYSP റാങ്കിൽ കുറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യാൻ പാടില്ല? SC/ST അട്രോസിറ്റീസ് റൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ അന്വേഷിക്കാൻ പാടില്ല. മിനിമം ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ? DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? നമ്മൾ 3 പോയിന്റാണ് പറഞ്ഞത്. നിയമപ്രകാരം എല്ലാ വിചാരണ സമയത്തും എല്ലാ നടപടിക്രമങ്ങളിലും വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടായിരിക്കണം. 4 പേര് സന്ദർശിച്ചിരിക്കണം അതിക്രമ സ്ഥലം. ആരൊക്കെയാണ്? 1 ജില്ലാ കളക്ടർ, 2 SP ആണ്, 3 DYSP ആണ്, 4 RDO ആണ്. ഇനി ഏത് ഉദ്യോഗസ്ഥനായിരിക്കണം ഇത് അന്വേഷിക്കേണ്ടത്? DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ ഈ നിയമവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കേസുകളും അന്വേഷിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? അടുത്ത പോയിന്റ്, കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥന് 6 മാസം മുതൽ 1 വർഷം വരെ തടവും പിഴയും ലഭിക്കും. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അതായത് DYSPയിൽ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കേസുകളും അന്വേഷിക്കാൻ ഉത്തരവാദിയായിട്ടുള്ള വ്യക്തി. അപ്പൊ ആ വ്യക്തി കേസ് അന്വേഷണത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അട്ടിമറി നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥന് തീർച്ചയായും ശിക്ഷ ലഭിക്കും. ആ ശിക്ഷ എത്രയാണ്? 6 മാസം മുതൽ 1 വർഷത്തിൽ കുറയാത്ത എന്തുണ്ടായിരിക്കും? 1 വർഷം വരെ, 6 മാസം മുതൽ 1 വർഷം വരെയുള്ള തടവും ലഭിക്കും, പിഴയും ലഭിക്കും. അപ്പൊ എന്തായാലും ഉദ്യോഗസ്ഥൻ ഇതിൽ പിഴവ് വരുത്താൻ വളരെ സാധ്യത കുറവാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുള്ള പിഴവുകളും വീഴ്ചകളും കുറയ്ക്കാനായി ഈ നിയമത്തിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. വീഴ്ച വരുത്തി കഴിഞ്ഞാൽ 6 മാസം മുതൽ 1 വർഷം വരെയുള്ള തടവും ലഭ്യമാണ്, പിഴയും ലഭ്യമാണ്. ഓക്കെ ആണോ? അടുത്ത പോയിന്റ്, ഇരകൾക്ക് കേസ് നടത്താൻ പ്രാഥമിക തലത്തിൽ 25,000 രൂപയും പിന്നീട് 1 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ നൽകിയിരിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ സ്പെഷ്യൽ കോടതി ഉറപ്പുവരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഘട്ടത്തിലും ഇരകൾക്ക് യാത്രാ ചെലവും പരിപാലന ചെലവും നൽകിയിരിക്കണം. അങ്ങനെ അത് ഉറപ്പുവരുത്തേണ്ടത് സ്പെഷ്യൽ കോടതിയാണെങ്കിലും ആ ചെലവ് വഹിക്കേണ്ടത് ആരാണ്? നമ്മുടെ സംസ്ഥാന സർക്കാരാണ്. അപ്പൊ ആദ്യഘട്ടം 25,000 രൂപയും പിന്നീട് 1 ലക്ഷം രൂപ വരെ ഈ ഇരകൾക്ക് ആര് നൽകിയിരിക്കണം? സംസ്ഥാന സർക്കാർ കേസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും നൽകിയിരിക്കണം. അപ്പൊ എത്ര രൂപയാണ്? ആദ്യഘട്ടം 25,000 രൂപയും പിന്നീട് 1 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ നൽകിയിരിക്കണം. 2 പോയിന്റ്സ് ആണ് പറഞ്ഞത്. കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥന് 6 മാസം മുതൽ 1 വർഷം വരെ തടവും ലഭ്യമാണ്, പിഴയും ലഭ്യമാണ്. ഇനി ആദ്യ ഘടുവായി സംസ്ഥാന സർക്കാർ ഇരയ്ക്ക് 25,000 രൂപയും പിന്നീട് 1 ലക്ഷം രൂപയും തീർച്ചയായും നൽകിയിരിക്കണം. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് SC/ST അട്രോസിറ്റീസ് റൂൾ പ്രകാരം എന്തൊക്കെയാണ് കുറ്റകൃത്യങ്ങൾ, ഏതൊക്കെ കുറ്റങ്ങൾ ചെയ്താലാണ് അത് ഈ SC/ST അട്രോസിറ്റീസ് റൂളിന്റെ കീഴിൽ വരുന്നത് എന്നാണ് ചർച്ച ചെയ്യേണ്ടത്. ആ കുറ്റങ്ങളും പറയും, കുറ്റവുമായി ബന്ധപ്പെട്ടുള്ള ആ കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ലഭ്യമാകുന്ന ശിക്ഷ ഏതൊക്കെയെന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ പോയിന്റ്, ഭക്ഷ്യയോഗ്യമല്ലാത്തവ നിർബന്ധമായി കഴിപ്പിക്കുക. ഒരു SC/ST വിഭാഗക്കാരനെ ഭക്ഷ്യയോഗ്യമല്ലാത്ത എന്തെങ്കിലും വസ്തുക്കൾ നിർബന്ധമായി കഴിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അത് കുറ്റകൃത്യമായി കണക്കാക്കും. SC/ST വിഭാഗത്തിലുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്തവ നിർബന്ധമായി നൽകിക്കഴിഞ്ഞാൽ, കഴിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ റൂളിന്റെ കീഴിൽ ശിക്ഷ ലഭിക്കാവുന്നതാണ്. അപ്പൊ ആദ്യത്തെ എന്താണ്? ഭക്ഷ്യയോഗ്യമല്ലാത്തവ നിർബന്ധമായും കഴിപ്പിക്കുക. രണ്ടാമത്തെ പോയിന്റ്, പാഴ്വസ്തുക്കൾ SC/ST വിഭാഗം താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരിക. SC/ST വിഭാഗക്കാർ താമസിക്കുന്ന സ്ഥലത്ത് പാഴ്വസ്തുക്കൾ നിക്ഷേപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അട്രോസിറ്റീസ് ആക്ടിന്റെ കീഴിൽ എന്ത് ചെയ്യും? ശിക്ഷിക്കപ്പെടാവുന്നതാണ്. ഓക്കെ. മൂന്നാമത്തെ കുറ്റകൃത്യം, SC/STക്കാർക്ക് അവകാശപ്പെട്ട ഭൂമി കൈമാറ്റം ചെയ്യുന്നത്. SC/ST പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി, അവർക്ക് അവകാശപ്പെട്ട ഭൂമി മറ്റാരെങ്കിലും കൈമാറ്റം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമത്തിന്റെ കീഴിൽ ശിക്ഷ ലഭിക്കാവുന്നതാണ്. അടുത്ത കുറ്റകൃത്യം, ഇവരുടെ സ്ഥലത്ത് നിന്ന് ബലം പ്രയോഗിച്ച് ഇറക്കി വിടുക. SC/ST വിഭാഗക്കാരുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സ്ഥലം, അവരുടെ പേരിലുള്ള അവരുടെ സ്വന്തം സ്ഥലത്ത് നിന്ന് നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് അവരെ പുറത്താക്കി കഴിഞ്ഞാൽ SC/ST അട്രോസിറ്റീസ് റൂൾ പ്രകാരം ശിക്ഷ ലഭിക്കുന്നതാണ്. അപ്പൊ 4 കുറ്റകൃത്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ, ഭക്ഷ്യയോഗ്യമല്ലാത്തവ നിർബന്ധമായി കഴിപ്പിക്കുക. രണ്ടാമത്തത്, പാഴ്വസ്തുക്കൾ SC/ST വിഭാഗക്കാർ താമസിക്കുന്ന വാസസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക. മൂന്നാമത്തത്, SC/STക്കാർക്ക് അവകാശപ്പെട്ട ഭൂമി എന്ത് ചെയ്യുക? കൈമാറ്റം ചെയ്യുക. നാലാമത്തത്, അവരുടെ സ്ഥലത്ത് നിന്ന് ബലം പ്രയോഗിച്ച് ഇറക്കി വിടുക. ഇനി SC/STക്കാരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കുക. ഏതെങ്കിലും SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ജോലി നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അട്രോസിറ്റി റൂളിന്റെ കീഴിൽ വരുന്ന ഒരു കുറ്റകൃത്യമാണ്.
ഓക്കെ, എന്താണ് SC/ST വിഭാഗക്കാരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നത് അട്രോസിറ്റീസ് റൂൾ പ്രകാരം വളരെ വലിയൊരു കുറ്റകൃത്യമാണ്. അടുത്തൊരു കുറ്റകൃത്യമാണ് നിർബന്ധിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കൽ. വോട്ട് ചെയ്യിപ്പിക്കുക, ഇന്ന വ്യക്തിക്ക് മാത്രമേ വോട്ട് ചെയ്യാവൂ, ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാവൂ, നിർബന്ധിപ്പിച്ച് വോട്ട് ചെയ്യിക്കുക, അതെല്ലാം എന്ത് ചെയ്യുക, ഈ SC/ST അട്രോസിറ്റീസ് റൂളിന്റെ കീഴിൽ വരുന്നു. മറ്റൊന്നാണ് വോട്ട് ചെയ്യൽ തടയുന്നു. ഒന്നെന്താ, നിർബന്ധിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കൽ. അടുത്തത് എന്താണ്, വോട്ട് ചെയ്യാൻ പോകുന്ന ആളിനെ SC/ST വിഭാഗക്കാരെ എന്ത് ചെയ്യുക, തടയുക. അതും അട്രോസിറ്റീസ് റൂളിന്റെ കീഴിൽ വരുന്നതാണ്. അടുത്തത് വ്യാജ പരാതി നൽകുക. SC/ST വിഭാഗക്കാർക്കെതിരെ വ്യാജ പരാതി നൽകുന്നത് ഈ നിയമത്തിന്റെ കീഴിലുള്ള മറ്റൊരു കുറ്റകൃത്യമാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള അവഹേളനം, SC/ST വിഭാഗക്കാരെ അവഹേളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അട്രോസിറ്റീസ് റൂൾ പ്രകാരം നിങ്ങളെ ശിക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ കുറച്ച് കുറ്റകൃത്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? SC/ST വിഭാഗക്കാരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നത് കുറ്റമാണ്. 2, നിർബന്ധിത വോട്ട് ചെയ്യിപ്പിക്കൽ ഒരു കുറ്റമാണ്. ഇനി വോട്ട് ചെയ്യൽ തടയുന്നത് മറ്റൊരു കുറ്റമാണ്. വ്യാജ പരാതി നൽകൽ കുറ്റകൃത്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അവഹേളനം കുറ്റകൃത്യമാണ്. ഇനി സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നതും ആക്രമിക്കുന്നതും, SC/ST വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നതും അവരെ ആക്രമിക്കുന്നതും ഈ നിയമത്തിന്റെ കീഴിൽ വരുന്നു. സാധാരണ IPCയുടെ റൂൾസും അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്ഷൻസും അവർക്ക് മേലിൽ വരാറുണ്ട്. മാത്രമല്ല അവർക്കെതിരെ ഏത് റൂളിന് വരുന്നുണ്ട്, അട്രോസിറ്റീസ് റൂൾ പ്രകാരവും എന്ത് ചെയ്യാം, നമുക്ക് ശിക്ഷ നൽകാവുന്നതാണ്. അപ്പം സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നതും ആക്രമിക്കുന്നതും എന്തിന്റെ കീഴിൽ വരുന്നു, അട്രോസിറ്റീസ് റൂളിന്റെ കീഴിൽ വരുന്നു. മറ്റൊരു കുറ്റകൃത്യമാണ് വഴി തടസ്സപ്പെടുത്തൽ. SC/ST വിഭാഗക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള വഴി എന്ത് ചെയ്യുക, തടസ്സപ്പെടുത്തുന്നത് ഈ റൂളിന്റെ കീഴിൽ വരും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട SC/ST വിഭാഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? 1, ഭക്ഷ്യമയോഗ്യമല്ലാത്തവ എന്ത് ചെയ്യുക, നിർബന്ധിച്ച് കഴിപ്പിക്കുക. 2, അവര് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവരെ ഇറക്കി വിടുക. 3, എന്താണ്, പാഴ്വസ്തുക്കൾ തള്ളുക, അവർ താമസിക്കുന്ന ഇടങ്ങളിൽ പാഴ്വസ്തുക്കൾ നിക്ഷേപിക്കുക. 4, എന്താണ്, ഈ SC/ST വിഭാഗവുമായി ബന്ധപ്പെട്ട അവർക്ക് അവകാശമുള്ള ഭൂമി എന്ത് ചെയ്യുക, കൈമാറ്റം ചെയ്യുക. അടുത്ത എന്താണ്, നിർബന്ധിപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കുക, നിർബന്ധിത വോട്ട് ചെയ്യിപ്പിക്കൽ, വോട്ട് ചെയ്യൽ തടയുന്നു, വ്യാജ പരാതി നൽകൽ, ഏതെങ്കിലും തരത്തിലുള്ള അവഹേളനം, ഇനി സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നതും അവരെ എന്ത് ചെയ്യുന്നത്, ആക്രമിക്കുന്നതും, പിന്നെ വ്യാജ പരാതി അല്ലെങ്കിൽ വ്യാജ വഴി തടസ്സപ്പെടുത്തൽ. ഇതെല്ലാം എന്താണ്, SC/ST വിഭാഗവുമായി ബന്ധപ്പെട്ട അട്രോസിറ്റീസ് റൂളിന്റെ കീഴിൽ വരുന്ന കുറ്റകൃത്യങ്ങളാണ്. ഈ മേൽ പറഞ്ഞ ഇത്രയും കുറ്റകൃത്യങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ലഭിക്കാവുന്ന ശിക്ഷയാണ് മേൽ പറഞ്ഞ കുറ്റകൃത്യത്തിന് 6 മാസത്തിൽ കുറയാത്തതും 5 വർഷം വരെ നീണ്ടുപോകാവുന്നതുമായ തടവും ലഭിക്കും, പിഴയും ലഭിക്കും. അപ്പൊ എന്താണ്, 6 മാസത്തിൽ കുറയാത്തതും 5 വർഷം വരെ നീട്ടാവുന്നതുമായ തടവും പിഴയുമാണ് മേൽ പറഞ്ഞ കുറ്റകൃത്യങ്ങൾ ചെയ്ത വ്യക്തികൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത്. ഇനി മറ്റു കുറ്റകൃത്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷയും നമുക്ക് ചർച്ച ചെയ്യാം. SC/ST വിഭാഗക്കാർക്ക് വധശിക്ഷ ലഭിക്കാൻ സാധ്യത ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റായ തെളിവുകൾ നൽകുകയോ കെട്ടിച്ചമയ്ക്കുകയോ ചെയ്ത SC/ST വിഭാഗക്കാരന് ശിക്ഷ ലഭിച്ചാൽ, അതായത് ഏതോ ഒരു SC/ST വിഭാഗക്കാരന് വധശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി ഒരു തെറ്റായ തെളിവ് എന്ത് ചെയ്യാൻ, ആ വ്യക്തിക്ക് വധശിക്ഷ ലഭിക്കണമെങ്കിൽ ലഭിച്ചോട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തെറ്റായ ഇല്ലാത്ത ഒരു തെളിവ് ഉണ്ടാക്കി സമർപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ വ്യക്തികൾക്ക് ജീവപര്യന്തം തടവും പിഴയും ലഭ്യമാണ്. അപ്പൊ എന്താണ്, SC/ST വിഭാഗക്കാർക്ക് വധശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള കേസുകളിൽ തെറ്റായ തെളിവുകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ശിക്ഷ ലഭിക്കും? ആ തെറ്റായ തെളിവ് സമർപ്പിച്ച വ്യക്തിക്ക് ജീവപര്യന്തം തടവും ലഭ്യമാണ്, പിഴയും ലഭ്യമാണ്. ഓക്കെ ആണല്ലോ. അടുത്ത കുറ്റകൃത്യം, വ്യാജമോ കെട്ടിച്ചമച്ചതോ ആയ തെളിവിനെ തുടർന്ന് SC/ST വിഭാഗക്കാരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയാൽ, നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, വധശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള കേസുകളിൽ എന്ത് ചെയ്താൽ, തെറ്റായ തെളിവ് നൽകിക്കഴിഞ്ഞാലാണ് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കുന്നത്. എന്നാൽ വധശിക്ഷ നടപ്പാക്കി കഴിഞ്ഞാൽ ഈ തെറ്റായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആ SC/STക്കാരനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ തെറ്റായ തെളിവ് കൊടുത്ത വ്യക്തിയെയും വധിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ആ തെറ്റായ തെളിവ് നൽകിയ വ്യക്തിക്കും വധശിക്ഷ വിധിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒരു വ്യക്തിക്ക് വധശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട്, SC/ST വിഭാഗക്കാരന് വധശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി തെറ്റായ തെളിവ് കൊടുക്കുന്നു. അപ്പൊ അതിൽ വധശിക്ഷ കിട്ടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശിക്ഷ കിട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ തെറ്റായ തെളിവ് കൊടുത്ത വ്യക്തിക്ക് ജീവപര്യന്തേ ലഭിക്കുള്ളൂ.
എന്നാൽ ആ തെറ്റായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആ SC/ST-കാരനെ വധിക്കപ്പെട്ടാൽ, വധശിക്ഷ നൽകി കഴിഞ്ഞാൽ ഈ തെറ്റായ തെളിവ് കൊടുത്ത വ്യക്തിക്കും വധശിക്ഷ നൽകുന്നതാണ്. ഓക്കെ ആണോ? ഇനി അടുത്ത പോയിന്റ്, തീയോ സ്ഫോടക വസ്തുക്കളോ കാരണം SC/ST വിഭാഗത്തിന് നാശനഷ്ടമുണ്ടായാൽ ശിക്ഷ 6 മാസത്തിൽ കുറയാത്തതും 7 വർഷം വരെ നീളാവുന്നതുമായിട്ടുള്ള തടവും പിഴയും. അതായത് തീയോ മറ്റേതെങ്കിലും സ്ഫോടക വസ്തു കാരണം SC/ST വിഭാഗത്തിന് നാശനഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ, അവരുടെ വീടോ അവരുടെ ജോലി സ്ഥലമോ അവരുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾക്ക് നാശനഷ്ടമുണ്ടായാൽ എത്ര ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട്? 6 മാസം മുതൽ 7 വർഷം വരെ തടവും ലഭ്യമാണ്, പിഴയും ലഭ്യമാണ്. തീയോ മറ്റു സ്ഫോടക വസ്തുക്കളോ SC/ST വിഭാഗത്തിന്റെ വാസസ്ഥലമോ ആരാധനാലയമോ നശിച്ചാൽ, അതായത് തീ കാരണമോ മറ്റേതെങ്കിലും സ്ഫോടക വസ്തു കാരണമോ SC/ST വിഭാഗക്കാരന്റെ താമസ സ്ഥലം അല്ലെങ്കിൽ ആരാധനാലയം, താമസിക്കുന്ന വീട് അല്ലെങ്കിൽ ആരാധിക്കുന്ന ആരാധനാലയം നശിച്ചു കഴിഞ്ഞാൽ, നാശനഷ്ടം ഉണ്ടായാലല്ല, പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞാൽ ജീവപര്യന്തം തടവും പിഴയും ലഭിക്കും. നാശനഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ, തീയോ സ്ഫോടക വസ്തു കാരണം നാശനഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ 6 മാസം മുതൽ 7 വർഷം വരെ തടവും. എന്നാൽ തീയോ സ്ഫോടക വസ്തു കാരണം എന്തുണ്ടായി കഴിഞ്ഞാൽ, വാസസ്ഥലമോ ആരാധനാലയോ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു കഴിഞ്ഞാൽ എന്ത് ലഭിക്കും? ജീവപര്യന്തം തടവും പിഴയും ലഭ്യമാണ്. ഇനി കുറ്റകൃത്യം ആവർത്തിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷ 1 വർഷത്തിൽ കുറയാത്തതും ആ കുറ്റകൃത്യത്തിന്റെ ശിക്ഷയുടെ കാലത്തോളം നീട്ടാവുന്നതുമായ തടവ് ശിക്ഷ. ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്ത കുറ്റം തന്നെ പിന്നെ ആവർത്തിക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ചെയ്ത കുറ്റകൃത്യത്തിന് അതിൻ്റെതായിട്ടുള്ള എന്ത് ലഭിക്കും? തടവ് ശിക്ഷ ലഭ്യമാണ്. അതിനുശേഷം ആ തടവ് ശിക്ഷയ്ക്ക് ശേഷം പിന്നെ ആവർത്തിക്കുകയാണ്. അങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ 1 വർഷം മുതൽ ഏത് ശിക്ഷയാണോ ആവർത്തിച്ചത് അല്ലെങ്കിൽ ഏത് കുറ്റമാണോ ആവർത്തിച്ചത് ആ കുറ്റത്തിന് ലഭിക്കാൻ സാധ്യതയുള്ള ശിക്ഷ കാലയളവ് വരെ നീട്ടാവുന്നതായ മറ്റുള്ള ശിക്ഷ ലഭ്യമാണ്. എന്താണ്? 1 വർഷം അഡീഷണൽ ആവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ കുറ്റകൃത്യം ആവർത്തിച്ചാൽ മിനിമം 1 വർഷം ഉറപ്പാണ്, ഏറ്റവും കുറഞ്ഞത് 1 വർഷം ഉറപ്പാണ്. പക്ഷെ ഏതുവരെ അത് നീട്ടാം? ആ കുറ്റം ആവർത്തിച്ച കുറ്റത്തിന് എന്ത് ശിക്ഷയാണോ നൽകുന്നത് അത്രയും കാലയളവ് വരെ വേണമെങ്കിൽ നീട്ടുന്ന ഒരു ശിക്ഷയും ലഭ്യമാണ്. ഓക്കെ ആണല്ലോ? ഈ നിയമപ്രകാരം SC/ST അട്രോസിറ്റീസ് റൂൾ പ്രകാരം എന്തെങ്കിലും ഒരു വിധി കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അപ്പീൽ അധികാരം ഉണ്ടായിരിക്കും. SC/ST വിഭാഗക്കാരൻ എന്തുണ്ട്? ഒരു അപ്പീൽ അധികാരമുണ്ട്. എന്താണ് ഈ അപ്പീൽ അധികാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2015 ഭേദഗതി പ്രകാരമാണ് അപ്പീൽ അധികാരം നിയമത്തിൽ കൂട്ടിച്ചേർത്തത്. 89 വന്ന നിയമം 2015 2018 ഭേദഗതി ചെയ്തു. 15 ഭേദഗതി പ്രകാരമാണ് എന്ത് അധികാരം ലഭ്യമായത്? അപ്പീൽ അധികാരം ലഭ്യമായത്. ഇനി വിധി അല്ലെങ്കിൽ ഉത്തരവിന്റെ തീയതി മുതൽ, വിധി വന്ന തീയതി മുതൽ 90 ദിവസം വരെയാണ് അപ്പീൽ നൽകാനുള്ള അധികാരം. അല്ലെങ്കിൽ ആ ഒരു സമയപരിധി എന്ന് പറയുന്നത് എത്രയാണ്? 90 ദിവസമാണ്. വിധി വന്നതിന് 3 മാസം അഥവാ 90 ദിവസത്തിനുള്ളിൽ എന്ത് നൽകിയിരിക്കണം? അപ്പീൽ നൽകിയിരിക്കണം. 90 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാത്തതിന് മതിയായ കാരണമുണ്ടെങ്കിൽ 90 ദിവസത്തിന് ശേഷവും അപ്പീൽ നൽകാവുന്നതാണ്. അപ്പൊ ഈ വിഭാഗക്കാർക്ക് 90 ദിവസം വരെയാണ് അപ്പീൽ നൽകാനുള്ള കാല പരിധി എന്ന് പറയുന്നത്. ആ ഒരു സമയപരിധി 90 ദിവസമാണ്. എന്നാൽ ഈ 90 ദിവസത്തിൽ കൂടുതൽ അപ്പീൽ നൽകാൻ, 90 ദിവസത്തിന് ശേഷവും അപ്പീൽ നൽകാത്തതിന് മതിയായ കാരണമുണ്ടെങ്കിൽ അതിനുശേഷവും എന്ത് നൽകാവുന്നതാണ്? അപ്പീൽ നൽകാവുന്നതാണ്. ഇനി അപ്പീൽ പരിഗണിക്കുന്നത് എപ്പോഴും ഹൈക്കോടതി ആയിരിക്കും. നമ്മൾ പറഞ്ഞു കേസ് പരിഗണിക്കാൻ സ്പെഷ്യൽ കോടതി ഉണ്ടെങ്കിലും ആ സ്പെഷ്യൽ കോടതിയിലുള്ള വിധിക്കെതിരായിട്ടുള്ള അപ്പീൽ ആർക്കേ പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ? ഹൈക്കോടതിക്ക് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. 180 ദിവസത്തിന് ശേഷം അപ്പീൽ നൽകാൻ കഴിയില്ല. 180 ദിവസം, അതായത് ഏകദേശം 6 മാസത്തിന് ശേഷം എന്ത് നൽകാൻ സാധിക്കില്ല? അപ്പീൽ നൽകാൻ സാധിക്കുന്നതല്ല. അപ്പീൽ സ്വീകരിച്ച് 3 മാസത്തിനുള്ളിൽ അപ്പീൽ തീർപ്പാക്കണം. അപ്പം 6 മാസം വരെ എന്ത് ചെയ്യാം? 6 മാസം 180 ദിവസം അല്ലെങ്കിൽ 6 മാസം വരെ അപ്പീൽ നൽകാൻ കഴിയില്ല. അതായത് നമ്മൾ ഈ വിധി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 90 ദിവസത്തിനകം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? അപ്പീൽ നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മതിയായ കാരണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുശേഷം എന്ത് ചെയ്യാം? അപ്പീൽ കൊടുക്കാം. പക്ഷെ എത്ര മതിയായ കാരണം ഉണ്ടെങ്കിലും മാക്സിമം 180 ദിവസത്തിന് മുമ്പ് തന്നെ എന്ത് നൽകിയിരിക്കണം? അപ്പീൽ നൽകിയിരിക്കണമെന്നാണ് പറയുന്നത്. അടുത്ത വ്യവസ്ഥ, അപ്പീൽ സ്വീകരിച്ച് അപ്പീൽ 90 ദിവസത്തിനുള്ളിലാണ് നൽകിയത്. എന്നാൽ അപ്പീൽ സ്വീകരിച്ച് 3 മാസത്തിനുള്ളിൽ ആ അപ്പീൽ എന്ത് ചെയ്യണം? തീർപ്പാക്കിയിരിക്കണം. അപ്പൊ അപ്പീൽ സ്വീകരിക്കേണ്ടത് 3 മാസത്തിനകത്ത് നൽകണം. ആ സ്വീകരിച്ച 3 മാസത്തിനകത്ത് നൽകിയ അപ്പീൽ അല്ലെങ്കിൽ 90 ദിവസത്തിനകത്ത് നൽകിയ അപ്പീല് 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? തീർപ്പാക്കിയിരിക്കണം.
പൗരാവകാശ സംരക്ഷണ നിയമം 1955. സ്വതന്ത്ര ഇന്ത്യയിൽ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഇന്ത്യയിൽ പാസ്സാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിന് ഒന്നാണ് പൗരാവകാശ സംരക്ഷണ നിയമം 1955. എന്താണെന്ന് നോക്കാം. സമൂഹത്തിൽ നിന്ന് തൊട്ടുകൂടായ്മ ഇല്ലായ്മ ചെയ്യുന്നതിനും അത്തരം പ്രവർത്തികൾ തക്കതായ ശിക്ഷ വിധിക്കുന്നതിനുമായി നിലവിൽ വന്ന നിയമമാണ് പൗരാവകാശ സംരക്ഷണ നിയമം 1955. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുറേ പൗരന്മാർ അല്ലെങ്കിൽ കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ആ വ്യക്തികൾ തമ്മിലുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും. ഏതെങ്കിലും ഒരു വ്യക്തിയെ തൊട്ടുകൂടായ്മയുടെ പേരിൽ എന്ത് ചെയ്യാം, മാറ്റി നിർത്താം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട അത്രയെങ്കിലും എന്തെങ്കിലും ഒരു തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അയിത്തവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്ന ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ശിക്ഷ നൽകാവുന്ന ഒരു കുറ്റമായി മാറുന്നു. ഏത് നിയമപ്രകാരം? പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം 1955 ഈ നിയമം പാസ്സാക്കിയത്. അപ്പൊ എന്താണ് നമ്മൾ പഠിക്കുന്ന നിയമം? പൗരാവകാശ സംരക്ഷണ നിയമം 1955. സമൂഹത്തിൽ നിന്ന് തൊട്ടുകൂടായ്മ ഇല്ലായ്മ ചെയ്യുന്നതിനും അത്തരം പ്രവൃത്തികൾ തക്കതായ ശിക്ഷ വിധിക്കുന്നതിനുമായി നിലവിൽ വന്ന നിയമമാണ് പൗരാവകാശ സംരക്ഷണ നിയമം 1955. പൗരാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1955 ജൂൺ 1 എന്നാണ് നിയമം നിലവിൽ വന്നത്. 1955 ജൂൺ 1 പൗരാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. പൗരാവകാശ നിയമത്തിന് അടിസ്ഥാനപരമായ ഭരണഘടനയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ, ഭരണഘടന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 17. നമുക്കറിയാം മഹാത്മാഗാന്ധിക്ക് ജയ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. PSC ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി പാസ്സാക്കിയ ആർട്ടിക്കിൾ 17 അഥവാ അയിത്ത നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. അപ്പൊ ഈ പൗരാവകാശ നിയമത്തിന് അടിസ്ഥാനമായ അനുച്ഛേദം ഏതാന്ന് ചോദിച്ചാലും ആർട്ടിക്കിൾ 17 ഏതാണ്? ആർട്ടിക്കിൾ 17 അഥവാ അയിത്ത നിരോധന നിയമം. അയിത്ത നിരോധന നിയമവും പൗരാവകാശ സംരക്ഷണ നിയമവും ഒന്നാണ്. ആദ്യം ഈ പൗരാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നപ്പോൾ അതിന്റെ പേര് തൊട്ടുകൂടായ്മ നിരോധിത നിയമം എന്നാണ്. അതാണ് അടുത്ത പോയിന്റ്. പൗരാവകാശ സംരക്ഷണ നിയമത്തിന്റെ ആദ്യ പേര് എന്തായിരുന്നു? തൊട്ടുകൂടായ്മ നിരോധന നിയമം. എന്താണ്? തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955. അപ്പൊ 1955 ജൂൺ 1 ഈ നിയമം നിലവിൽ വന്നപ്പോൾ പേരെന്തായിരുന്നു? തൊട്ടുകൂടായ്മ നിരോധന നിയമം എന്നായിരുന്നു. പിന്നെയാണ് അതിന്റെ പേര് എന്താക്കി മാറ്റിയത്? പൗരാവകാശ സംരക്ഷണ നിയമം എന്നാക്കി മാറ്റിയത്. തൊട്ടുകൂടായ്മ നിരോധിത നിയമം ഭേദഗതി ചെയ്ത് പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് പുനർനാമകരണം ചെയ്തത് എന്ന്. തൊട്ടുകൂടായ്മ നിരോധിത നിയമം എന്ന പേര് പൗരാവകാശ സംരക്ഷണ നിയമം എന്ന പേരിലേക്ക് പുനർനാമകരണം ചെയ്തത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1976 സെപ്റ്റംബർ 2 അപ്പൊ 55 വന്ന തൊട്ടുകൂടായ്മ നിരോധിത നിയമം 76 സെപ്റ്റംബർ 2 മുതൽ എന്ത് പേരിൽ അറിയപ്പെട്ടു? പൗരാവകാശ സംരക്ഷണ നിയമം എന്ന പേരിൽ. രണ്ടും ഒരു നിയമമാണ്. ജസ്റ്റ് എന്ത് ചെയ്തു? 76 സെപ്റ്റംബർ 2 എന്തായി? ഒന്ന് പേര് മാറ്റി എന്നുള്ളത് മാത്രമാണ്. ഓക്കെ ആണോ? 1 മുതൽ ഈ നിയമത്തിലെ 1 മുതൽ 17 വരെയുള്ള സെക്ഷനുകളാണ് മതപരമായ തൊട്ടുകൂടായ്മ നടപ്പിലാക്കുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്നത്. പലതരത്തിലുള്ള തൊട്ടുകൂടായ്മ നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ രാജ്യത്ത് പൗരന്മാർക്കിടയിൽ പല രീതിയിലുള്ള തൊട്ടുകൂടായ്മകളുണ്ട്. എന്നാൽ മതപരമായിട്ടുള്ള തൊട്ടുകൂടായ്മ, ഇന്ന മതത്തിൽപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ഈ മതത്തിൽപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് ഈ അയിത്തം അല്ലെങ്കിൽ ഈ ഒരു തൊട്ടുകൂടായ്മ, ഈ ഒരു അവകാശം ലംഘിക്കപ്പെടുന്നു. അപ്പൊ മതപരമായിട്ടുള്ള തൊട്ടുകൂടായ്മയുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷനുകൾ ഈ നിയമത്തിൽ 1 മുതൽ 17 വരെയാണ്. അപ്പൊ എന്താണ്? 1 മുതൽ 17 വരെയുള്ള സെക്ഷനുകളിലാണ് മതപരമായ തൊട്ടുകൂടായ്മ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ 1 മുതൽ 17 വരെയുള്ള സെക്ഷനുകൾ മതപരമായ തൊട്ടുകൂടായ്മയ്ക്കുള്ള ശിക്ഷയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ മതപരമായ തൊട്ടുകൂടായ്മ എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒരേ മതത്തിൽപ്പെട്ടതോ മതവിഭാഗത്തിൽപ്പെട്ടതോ ആയ വ്യക്തിയെ ഏതെങ്കിലും പൊതു ആരാധനാലയത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടഞ്ഞാൽ, ഇപ്പൊ ഒരേ മതത്തിൽപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൽപ്പെട്ട അതേ മതവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി ആ മതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പൊതുവായിട്ടുള്ള ഒരു ആരാധനാലയത്തിൽ നിന്ന് പ്രവേശിക്കുന്നത് തടഞ്ഞു കഴിഞ്ഞാൽ, വ്യത്യസ്ത മതങ്ങളല്ല, ഒരേ മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ ആ മതത്തിലെ മതവിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ആരാധനാലയത്തിൽ, ഇപ്പൊ ഒരു ഹിന്ദു ആണെങ്കിൽ ഒരു അമ്പലത്തിലേക്ക്, മുസ്ലിം ആണെങ്കിൽ ഒരു പള്ളിയിലേക്ക്, അതെങ്കിൽ അതേ മതവിഭാഗത്തിൽപ്പെട്ട
അപ്പോൾ ഒരേ മതവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ ആരാധനാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ത് ചെയ്തു കഴിഞ്ഞാൽ തടഞ്ഞാൽ അത് മതപരമായ തൊട്ടുകൂടായ്മയാണ്. മാത്രമല്ല മതപരമായ മറ്റൊരു തൊട്ടുകൂടായ്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതു ആരാധനാലയത്തിലെ ഏതെങ്കിലും സ്ഥലത്തെ ആരാധനയിൽ നിന്നോ, പൊതുവായിട്ടുള്ള ഒരു ആരാധനാലയം, ഒരു അമ്പലമോ ഒരു പള്ളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചർച്ചോ ഏതെങ്കിലും ഒരു പൊതുവായിട്ടുള്ള ഒരു ആരാധനാലയത്തിലെ ഒരു ആരാധനയിൽ, അവിടെ ഒരു പ്രാർത്ഥനയോ ഒരു ആരാധനയോ നടക്കണം, ഒരു ആരാധനയിൽ നിന്നോ പ്രാർത്ഥനകളിൽ നിന്നോ ഏതെങ്കിലും മതപരമായ സേവനത്തിൽ നിന്നോ, അതായത് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു പൊതുവായ ഒരു അമ്പലം, പള്ളി അല്ലെങ്കിൽ ചർച്ച, അവിടെ നടക്കുന്ന പൊതുവായ ഒരു ആരാധന അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ മതപരമായ എന്തെങ്കിലും ഒരു സേവനം, ഈ 3 കാര്യങ്ങളിൽ ഒരു വ്യക്തിയെ തടഞ്ഞാൽ അത് മതപരമായിട്ടുള്ള അയിത്തത്തിന് തുല്യമാണ്. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുണ്ട്, ഏതെങ്കിലും പുണ്യസംഭരണി, കിണർ, നീരുറവ, ജലപാത, തടാകം, ടാങ്ക് എന്നിവയിലെ വെള്ളം ഉപയോഗിക്കുന്നതിൽ നിന്നോ കുളിക്കുന്നതിൽ നിന്നോ തടഞ്ഞാൽ താഴെ പറയുന്ന ശിക്ഷ ലഭിക്കും. അതായത് നമ്മൾ ഏകദേശം 2ഓളം മതപരമായിട്ടുള്ള തൊട്ടുകൂടായ്മകളാണ് പറഞ്ഞത്. ഒന്നാമത് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഒരേ മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ പൊതുവായിട്ടുള്ള ഒരു ആരാധനാലയത്തിൽ പ്രവേശിക്കുന്നത് തടഞ്ഞാൽ. രണ്ടാമത്തെ മതപരമായിട്ടുള്ള തൊട്ടുകൂടായ്മ പൊതുവായുള്ള ഒരു ആരാധനയിലോ പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ മതപരമായ സേവനത്തിൽ നിന്നോ ഒരു വ്യക്തിയെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ തടഞ്ഞാൽ, അല്ലെങ്കിൽ പുണ്യസംഭരണിയായിട്ടുള്ള കിണർ, തടാകം, നീരുറവ, ജലപാത, ടാങ്ക് എന്നിവയിലെ വെള്ളം എന്ത് ചെയ്യുക, ഉപയോഗിക്കുന്നതോ അവിടെ നിന്ന് ആ വെള്ളം ഉപയോഗിച്ച് കുളിക്കുന്നതോ തടഞ്ഞു കഴിഞ്ഞാൽ ഇത് മതപരമായ തൊട്ടുകൂടായ്മയായി മാറും. അപ്പൊ ഈ പറഞ്ഞ മതപരമായ തൊട്ടുകൂടായ്മകൾ ചെയ്തു കഴിഞ്ഞാൽ അത്തരം വ്യക്തികൾക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്ന് ചോദിച്ചാൽ 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായിട്ടുള്ള, അതായത് 1 മാസം മുതൽ എത്ര മാസം വരെ, 6 മാസം വരെ ആവാനുള്ള ശിക്ഷയും തടവും, കൂടാതെ 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായിട്ടുള്ള പിഴയും ലഭിക്കുന്നതാണ്. അപ്പൊ ഇത്തരം മതപരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ തൊട്ടുകൂടായ്മകൾ ചെയ്യുന്ന വ്യക്തികളെ എന്ത് ചെയ്യാം? 1 മാസം മുതൽ 6 മാസം വരെ തടവ് ശിക്ഷയ്ക്കും വിധിക്കാം, 100 രൂപ മുതൽ 500 രൂപ വരെ പിഴ ശിക്ഷയ്ക്കും വിധിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മേൽപ്പറഞ്ഞ മതപരമായ തൊട്ടുകൂടായ്മയ്ക്കുള്ള ശിക്ഷകളെ പറ്റി പറയുന്ന സെക്ഷൻ, ഈ നിയമത്തിലെ സെക്ഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 3. എന്താണ്? മതപരമായ തൊട്ടുകൂടായ്മ നടപ്പിലാക്കാനുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെക്ഷൻ 3 ആണ്. നമ്മൾ പറഞ്ഞു 1 മുതൽ 17 വരെയുള്ള എല്ലാ സെക്ഷനും മതപരമായിട്ടുള്ള തൊട്ടുകൂടായ്മയെ പറ്റി ആണ് പറയുന്നത്. അപ്പൊ ആ മതപരമായിട്ടുള്ള തൊട്ടുകൂടായ്മയെ പറ്റി പറയുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷ പറയുന്നത് ഏത് സെക്ഷനിൽ മാത്രമാണ്? സെക്ഷൻ 3-ലാണ്. ഓക്കെ ആണല്ലോ? മറ്റു പ്രധാനപ്പെട്ട ഒരു തൊട്ടുകൂടായ്മയാണ് സാമൂഹികപരമായിട്ടുള്ള തൊട്ടുകൂടായ്മ. നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് മതപരമായിട്ടുള്ള തൊട്ടുകൂടായ്മകൾ ഏതൊക്കെയാണ്, അതിനുള്ള ശിക്ഷയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷൻ 3 ആണ്. എന്നാൽ ഇനി പഠിക്കേണ്ടത് തൊട്ടുകൂടായ്മ നിയമത്തിന്റെ കീഴിൽ വരുന്ന സാമൂഹികപരമായ തൊട്ടുകൂടായ്മകൾ എന്തൊക്കെയാണെന്നാണ് ചർച്ച ചെയ്യുന്നത്. നോക്കാം, എന്തൊക്കെയാണ് സാമൂഹികപരമായിട്ടുള്ള തൊട്ടുകൂടായ്മകൾ? കടയിലേക്കോ പൊതു റെസ്റ്റോറൻറ്റിലേക്കോ ഹോട്ടലിലേക്കോ പൊതു വിനോദത്തിലുള്ള സ്ഥലത്തേക്കോ ഉള്ള പ്രവേശനം തടഞ്ഞാൽ, ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഇന്ത്യയിലെ ഒരു പൗരൻ, ആ ഒരു പൗരനെ ഏതെങ്കിലും കടയിലേക്കോ പൊതുവായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കോ ഹോട്ടലിലേക്കോ പൊതുവിനോദത്തിലേക്കുള്ള, അതായത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കോ തടഞ്ഞാൽ, ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞു കഴിഞ്ഞാൽ അതൊരു അയിത്തമാണ് അല്ലെങ്കിൽ ഒരു തൊട്ടുകൂടായ്മയാണ്. അത് എന്ത് തരം തൊട്ടുകൂടായ്മയാണ്? സാമൂഹികപരമായിട്ടുള്ള ഒരു തൊട്ടുകൂടായ്മയാണ്. അപ്പൊ ഒന്നാമത്തെ സാമൂഹികപരമായിട്ടുള്ള തൊട്ടുകൂടായ്മ എന്താണ്? ഏതെങ്കിലും കടയിലേക്കോ പൊതു റെസ്റ്റോറൻറ്റിലേക്കോ ഹോട്ടലിലേക്കോ പൊതുവിനോദത്തിനുള്ള സ്ഥലത്തേക്കോ ഉള്ള പ്രവേശനം തടഞ്ഞാൽ. ഇനി രണ്ടാമത്തെ സാമൂഹികപരമായിട്ടുള്ള തൊട്ടുകൂടായ്മ എന്താണ്? പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായി ഏതെങ്കിലും പൊതു റെസ്റ്റോറൻറ്റിലെയോ അല്ലെങ്കിൽ ഹോട്ടലിലെയോ ധർമ്മശാലയിലെയോ സാരായിലോ മുസാഫിർ ഖാനയിലോ, ഏതൊക്കെയാണ്? സാരായി അല്ലെങ്കിൽ മുസാഫിർ ഖാനയിലോ സൂക്ഷിച്ചിരിക്കുന്ന ഏതെങ്കിലും പാത്രങ്ങളുടെ ഉപയോഗം തടഞ്ഞാൽ, അതായത് പൊതുവായിട്ടുള്ള ജനങ്ങൾക്ക് പൊതുവായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി നമുക്ക് പാത്രം എടുക്കണം. ഇപ്പം ഏതെങ്കിലും ഒരു അന്നദാനം നൽകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുവായിട്ടുള്ള ഭക്ഷണം ദാനം ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് പാത്രത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് എവിടെ നിന്നൊക്കെ അത് എടുക്കാം? ഏതെങ്കിലും പൊതുവായിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ പോയി എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ധർമ്മശാലകളിൽ നിന്നെടുക്കാം, സാരായിൽ നിന്നെടുക്കാം, മുസാഫിർ ഖാനകളിൽ നിന്നെടുക്കാം.
അപ്പൊ അങ്ങനെ പൊതുവായിട്ടുള്ള ആവശ്യത്തിന് പാത്രം എടുക്കാനായിട്ട് ഇത്രയും സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആ പ്രവൃത്തി തടഞ്ഞു കഴിഞ്ഞാൽ അതൊരു സാമൂഹികപരമായിട്ടുള്ള എന്താണ് തൊട്ടുകൂടായ്മയാണ്. അപ്പൊ സാമൂഹികപരമായിട്ടുള്ള രണ്ട് തൊട്ടുകൂടായ്മ, ഒന്ന് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനങ്ങൾ, കട, റെസ്റ്റോറന്റ്, ഹോട്ടല്, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനം തടഞ്ഞാൽ. രണ്ടാമത്തത് പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായിട്ട് പാത്രങ്ങളോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ സ്വീകരിക്കാൻ സൂക്ഷിച്ചിരിക്കുന്ന എന്തെങ്കിലും ഉപയോഗത്തിനായിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തരാതിരിക്കുക. ആ ഒരു ആവശ്യം നമുക്ക് എന്ത് ചെയ്യുക, നിരസിക്കുക. അതും സാമൂഹികപരമായിട്ടുള്ള ഒരു തൊട്ടുകൂടായ്മയാണ്. മറ്റൊരു തൊട്ടുകൂടായ്മയാണ് ഏതെങ്കിലും തൊഴിലോ വ്യാപാരമോ ബിസിനസ്സോ തടഞ്ഞാൽ. ഏതെങ്കിലും ഒരു വ്യക്തിയെ ആ വ്യക്തി ചെയ്യുന്ന തൊഴിൽ തടയുകയോ വ്യാപാരം തടയുകയോ ബിസിനസ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ആ വ്യക്തിക്കെതിരായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള തൊട്ടുകൂടായ്മയാണ്. ഓക്കെ ആണല്ലോ. സാമൂഹികപരമായ മറ്റൊരു തൊട്ടുകൂടായ്മ ഏതാണെന്ന് നോക്കാം. ഏതെങ്കിലും നദി, അരുവി, നീരുറവ, കിണർ, ടാങ്ക്, ജലസംഭരണി, പൈപ്പ്, സ്നാനഘട്ടം, ശ്മശാനം, ശുചിത്വ സൗകര്യങ്ങൾ, റോഡ്, പാത അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഉപയോഗിക്കാനോ പ്രവേശിക്കുവാനോ അവകാശമുള്ള ഏതെങ്കിലും റിസോർട്ടിലെ സ്ഥലം എന്നിവയുടെ ഉപയോഗമോ പ്രവേശനമോ തടയുക. ഇതിങ്ങനെ നിയമത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ സ്ലൈഡിൽ ഇത്ര എഴുതി ചേർത്തത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഏതെങ്കിലും ഒരു ജലസംഭരണി, ഇപ്പൊ കിണറാവാം, അരുവിയാവാം, നീരുറവയാവാം, ടാങ്ക് ആവാം, ഏതെങ്കിലും ഒരു ജലസംഭരണി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശ്മശാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശുചിത്വ സൗകര്യമായിരിക്കാം അല്ലെങ്കിൽ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന റോഡോ പാതയോ ഇവയിൽ ഏതെങ്കിലും ജനമോ അല്ലെങ്കിൽ ഒരു പൊതുജനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗമോ, അത് രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിലും ഒരു പൊതുജനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം. അപ്പൊ പൊതുജനങ്ങൾ അങ്ങനെ പൊതുവായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ജലം എടുക്കാനോ വെള്ളം എടുക്കാനോ യാത്രയ്ക്കോ മറ്റേതെങ്കിലും ആവശ്യത്തിനോ ഈ മേൽപ്പറഞ്ഞ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് ഏതെങ്കിലും വ്യക്തികൾ പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തടയുക. അതൊരു സാമൂഹികപരമായിട്ടുള്ള ഒരു ഐക്യത്തിന് അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള ഒരു തൊട്ടുകൂടായ്മയ്ക്ക് ഉദാഹരണമാണ്. മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ജനങ്ങൾക്ക് പ്രവേശിക്കാൻ അവകാശമുള്ള ഏതെങ്കിലും റിസോർട്ടിലെ സ്ഥലം, പൊതുവായിട്ടുള്ള ജനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു റിസോർട്ടിലെ സ്ഥലം ഇന്ന വ്യക്തിക്ക് പ്രവേശിച്ചൂടാ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും അത് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയാം. അപ്പൊ ജലസംഭരണികൾ, ജലം കിട്ടുന്ന സ്ഥലങ്ങൾ, ശുചിത്വ സ്ഥലങ്ങൾ, റോഡ്, പാത, പൊതുവായി പോകാൻ പറ്റുന്ന റിസോർട്ടുകൾ, അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ, ഇത്രയും പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ഏതെങ്കിലും വ്യക്തി പോകുന്നത് തടഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയും സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത് തടഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സാമൂഹികപരമായിട്ടുള്ള എന്തിനു തുല്യമായി മാറും? ഐക്യത്തിന് അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയ്ക്ക് തുല്യമായിട്ട് മാറും. ഓക്കെ ആണല്ലോ. മറ്റൊരു തൊട്ടുകൂടായ്മയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിനോ പൊതു ആവശ്യത്തിനോ ഉപയോഗിക്കുന്നതിനായി പൂർണ്ണമായോ ഭാഗികമായോ സംസ്ഥാന ഫണ്ടിൽ നിന്ന് നിലനിർത്തിയതോ പൊതുജനങ്ങളുടെയോ അതിൻ്റെ ഏതെങ്കിലും വിഭാഗത്തിൻ്റെയോ ഉപയോഗത്തിനായി സമർപ്പിച്ചിരിക്കുന്നതോ ആയ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ പ്രവേശനം തടഞ്ഞാൽ. നമ്മൾ കാണുമ്പോൾ എന്തോ വലിയ കാര്യമായിട്ട് തോന്നും, സിമ്പിളാണ്. അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ പൂർണ്ണമായോ ഭാഗികമായോ ഫണ്ടിങ് നൽകി ജീവകാരുണ്യ പ്രവർത്തനത്തിനായിട്ട് ഉപയോഗിക്കാനായി എടുത്ത ഒരു സ്ഥലം, സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിങ് ഉള്ള, അത് പൂർണ്ണമായിട്ടും ആയിരിക്കാം അല്ലെങ്കിൽ ഭാഗികമായിട്ടും ആയിരിക്കാം. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഭാഗിക ഫണ്ടിങ്ങില് ജീവകാരുണ്യ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ പൊതുവായ ആവശ്യത്തിനോ എടുത്ത ഒരു സ്ഥലം, ആ സ്ഥലത്തേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുന്നത് തടഞ്ഞു കഴിഞ്ഞാൽ അതൊരു സാമൂഹികപരമായിട്ടുള്ള എന്തിനു തുല്യമാണ്? തൊട്ടുകൂടായ്മയ്ക്ക് തുല്യമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ വളരെ ചെറിയൊരു പോയിന്റ് ആണ്, പക്ഷെ നിയമത്തിൽ അവർ വളരെ വിശദമായിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. എന്താ പറഞ്ഞ പോയിന്റിൽ? ഒരു സംസ്ഥാന സർക്കാരിന്റെ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടുള്ള ഒരു ഫണ്ടിങ്ങിൽ എന്ത് പ്രവർത്തനങ്ങൾ? ജീവകാരുണ്യ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുവായിട്ടുള്ള ആവശ്യത്തിനോ എന്തോ ഒരു സ്ഥലം എടുത്തിട്ടിരിക്കുകയാണ്. അപ്പൊ ആ സ്ഥലത്തേക്ക് ഒരു വ്യക്തി പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് മാത്രം ആ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ച് കഴിഞ്ഞാൽ അതൊരു സാമൂഹികപരമായിട്ടുള്ള എന്തിനു തുല്യമാണ്? തൊട്ടുകൂടായ്മയ്ക്ക് തുല്യമാണ്. മറ്റൊരു തൊട്ടുകൂടായ്മയാണ് ഏതെങ്കിലും പൊതുഗതാഗതത്തിന്റെ ഉപയോഗം അല്ലെങ്കിൽ പ്രവേശനം തടഞ്ഞാൽ. ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു പൊതുഗതാഗത സംവിധാനത്തിൽ നിന്ന് താങ്കൾ പ്രവേശിക്കേണ്ട. KSRTC ബസ് പൊതുഗതാഗത സൗകര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഏതാണ്? നമ്മുടെ KSRTC ആണ്. ഏതെങ്കിലും ഒരു KSRTC ബസ്സിൽ ഇന്ന വ്യക്തി കയറണ്ട, ഈ വിഭാഗത്തിൽപ്പെട്ട വ്യക്തി കയറണ്ട. അതൊക്കെ എന്തിനു തുല്യമാണ്? സാമൂഹികപരമായിട്ടുള്ള തൊട്ടുകൂടായ്മയ്ക്ക് തുല്യമാണ്.
മറ്റൊരു തൊട്ടുകൂടായ്മയാണ് പൊതുജനങ്ങൾക്കോ ഏതെങ്കിലും വിഭാഗത്തിനോ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള ഏതെങ്കിലും ആനുകൂല്യം ആസ്വദിക്കുന്നത് തടഞ്ഞാൽ. പൊതുജനങ്ങൾക്കായിട്ടൊരു ചാരിറ്റി ട്രസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ കൊടുക്കുന്ന സേവനങ്ങൾ ഇന്ന വ്യക്തി വാങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ ആ സേവനം വാങ്ങുന്ന വ്യക്തി ആ സേവനം വാങ്ങുന്നതിൽ നിന്ന് തടയുന്നു. ഇതെല്ലാം എന്തിനു തുല്യമാണ്? സാമൂഹികപരമായിട്ടുള്ള തൊട്ടുകൂടായ്മയ്ക്ക് തുല്യമാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് തൊട്ടുകൂടായ്മകളാണ് പറയുന്നത്. നമ്മൾ കാണുന്ന സമയത്ത് ഇതൊക്കെ വലിയ പോയിന്റ്സ് ആണെങ്കിലും ചുരുക്കി പറയാൻ പറ്റുന്ന പോയിന്റ്സുകൾ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞതിലെല്ലാം ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതുവരെ പറഞ്ഞ സാമൂഹികപരമായിട്ടുള്ള തൊട്ടുകൂടായ്മകൾ ഒന്ന് നോട്ട് ചെയ്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പറഞ്ഞത് കട, പൊതുവായിട്ടുള്ള റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, അതുപോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അവിടെ കയറുന്നതിന് ഒരു വ്യക്തിയെ തടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമൂഹികപരമായിട്ടുള്ള തൊട്ടുകൂടായ്മയാണ്. രണ്ടാമത്തെ തൊട്ടുകൂടായ്മ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, നമ്മൾ ഹോട്ടല്, റെസ്റ്റോറൻറ്റ്, ധർമ്മശാല, സാരായി, മുസാഫിർ ഖാന എന്നീ സ്ഥലങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഏതെങ്കിലും പാത്രം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ സ്ഥലങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് ഏതെങ്കിലും ഒരു വ്യക്തി തടഞ്ഞു കഴിഞ്ഞാൽ സാമൂഹികപരമായിട്ടുള്ള തൊട്ടുകൂടായ്മയാണ്. മറ്റൊരെന്നാണ് ഏതെങ്കിലും തൊഴിലോ വ്യാപാരമോ ബിസിനസ്സോ ചെയ്യുന്നതിൽ ഒരു വ്യക്തിയെ തടയുന്നത് തൊട്ടുകൂടായ്മയാണ്. മറ്റൊരു തൊട്ടുകൂടായ്മ പറഞ്ഞത് നമ്മൾ പറഞ്ഞു ജലം സംഭരിക്കുന്ന സ്ഥലങ്ങളല്ലേ, ടാങ്ക്, നീരുറവ, തടാകം, അതുപോലെ തന്നെ നമ്മുടെ ജലസംഭരണി, പൈപ്പ്, ശുചിത്വ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ റോഡ്, പാത, പൊതുവായിട്ട് കയറാൻ പറ്റുന്ന റിസോർട്ടുകൾ, പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റിസോർട്ടിലെ സ്ഥലങ്ങൾ എന്നീ സ്ഥലങ്ങൾ ഉപയോഗിക്കുകയും അങ്ങോട്ടുള്ള പ്രവേശനങ്ങൾ തടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു സാമൂഹികപരമായിട്ടുള്ള എന്താണ്? തൊട്ടുകൂടായ്മയാണ്. മറ്റൊരെണ്ണം പറഞ്ഞാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിനായിട്ടോ പൊതുവായിട്ടുള്ള ആവശ്യത്തിനായിട്ടോ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗിക പൂർണ്ണമായിട്ടുള്ള ഫണ്ടിങ്ങിൽ ഒരു സ്ഥലം എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സാമൂഹികപരമായിട്ടുള്ള ഒരു തൊട്ടുകൂടായ്മയാണ്. മറ്റൊരെണ്ണം പറഞ്ഞത് ഒരു പൊതുഗതാഗത സംവിധാനത്തിലേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞു കഴിഞ്ഞാൽ, പൊതുഗതാഗത സൗകര്യം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അവിടേക്കുള്ള പ്രവേശനം തടഞ്ഞു കഴിഞ്ഞാൽ അതൊരു തൊട്ടുകൂടായ്മയാണ്. പിന്നെ പറഞ്ഞത് പൊതുജനങ്ങൾക്ക് ഏതെങ്കിലും വിഭാഗത്തിനു വേണ്ടി സൃഷ്ടിക്കുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള ഏതെങ്കിലും ആനുകൂല്യം ആസ്വദിക്കുന്നത് തടഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പൊതുവിഭാഗത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള പൊതുജനങ്ങൾക്കോ വേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റ് നൽകുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ അവർ നൽകുന്ന ആനുകൂല്യങ്ങൾ ആസ്വദിക്കുന്നത് തടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹികപരമായിട്ടുള്ള എന്തിനു തുല്യമാണ്? തൊട്ടുകൂടായ്മയ്ക്ക് തുല്യമാണ്. മറ്റൊരു സാമൂഹികപരമായിട്ടുള്ള തൊട്ടുകൂടായ്മ ഏതെന്ന് നോക്കാം. ഏതെങ്കിലും ജനവാസ കേന്ദ്രത്തിലെ നിർമ്മാണം, തൊഴിൽ, ഏറ്റെടുക്കൽ എന്നിവ തടസ്സപ്പെടുത്തിയാൽ, ഏതെങ്കിലും ഒരു ജനവാസ കേന്ദ്രമുണ്ട്, ജനങ്ങൾ അധിവസിക്കുന്ന ജനവാസ കേന്ദ്രം, അവിടെ ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ സ്വന്തം സ്ഥലത്ത് എന്ത് ചെയ്യുക? ഒരു നിർമ്മാണം നടത്തുക, അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം ഏറ്റെടുക്കുക. സ്വന്തം സ്ഥലമാണ്, മറ്റാരുടെ സ്ഥലമല്ല, സ്വന്തം സ്ഥലം എന്ത് ചെയ്യാണ്? ഏറ്റെടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് തടസ്സപ്പെടുത്തുന്നത് ഒരു സാമൂഹ്യപരമായിട്ടുള്ള തൊട്ടുകൂടായ്മയാണ്. ഇപ്പൊ എന്താണ്? ഏതെങ്കിലും ജനവാസ കേന്ദ്രത്തിലെ നിർമ്മാണം, തൊഴിൽ, ഏറ്റെടുക്കൽ എന്നിവ തടസ്സപ്പെടുത്തിയാൽ അതൊരു സാമൂഹികപരമായിട്ടുള്ള തൊട്ടുകൂടായ്മയായി കണക്കാക്കാം. ഇനി മറ്റൊരു തൊട്ടുകൂടായ്മയാണ് ഏതെങ്കിലും സാമൂഹികമോ മതപരമായ ആചാരങ്ങളോ ചടങ്ങുകൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഘോഷയാത്രകൾ എന്നിവയിൽ പങ്കെടുക്കുന്നത് വിലക്കിയാൽ താഴെ പറയുന്ന ശിക്ഷകൾ ലഭിക്കും. അതായത് നമ്മൾ അടുത്ത പറഞ്ഞത് ഒരു സാമൂഹികപരമായിട്ടുള്ള തൊട്ടുകൂടായ്മയാണ്. പറഞ്ഞത് സിമ്പിളാണ്. ഏതെങ്കിലും സാമൂഹികപരമായിട്ടുള്ളോ മതപരമായിട്ടുള്ളോ എന്തെങ്കിലും ഘോഷയാത്ര, ആ ഘോഷയാത്രയിൽ എന്ത് ചെയ്യാണ്? പങ്കെടുക്കുന്നത് വിലക്കിയാണ്. ഒരു വ്യക്തി ആ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് വിലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു തൊട്ടുകൂടായ്മയാണ്. എന്ത് തരം? അത് വേണമെങ്കിൽ മതപരമായിട്ടുള്ള തൊട്ടുകൂടായ്മയെ ആവാം. കാര്യം നമ്മളിവിടെ മതപരമായ ചടങ്ങുകളോ ഘോഷയാത്രകളോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ പറയുമ്പോൾ അത് നമുക്കൊരു സാമൂഹികപരമായിട്ട് അങ്ങ് പറയാം. കാര്യം അതിൽ എന്തും വരുന്നുണ്ട്. ഏതെങ്കിലും സാമൂഹികമോ മതപരമായോ ചടങ്ങുകളിലോ ഘോഷയാത്രകളിലോ പങ്കെടുക്കുന്നതിൽ ഒരു വ്യക്തിയെ തടഞ്ഞു കഴിഞ്ഞാൽ സാമൂഹികപരമായിട്ടുള്ള ഒരു തൊട്ടുകൂടായ്മയാണ്. അപ്പൊ നമ്മൾ ഈ മോളിൽ പറഞ്ഞ എല്ലാ തൊട്ടുകൂടായ്മകളിലും ഒരൊറ്റ ശിക്ഷയാണ് ലഭ്യമാക്കുന്നത്. നമ്മൾ മോളിൽ ഒത്തിരി തൊട്ടുകൂടായ്മകൾ പറഞ്ഞായിരുന്നു. ഈ തൊട്ടുകൂടായ്മകൾ ഇപ്പൊ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ലഭ്യമാകാൻ സാധ്യതയുള്ള ശിക്ഷ എന്താന്ന് ചോദിച്ചാൽ 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷയും കൂടാതെ 10 രൂപയിൽ കുറയാത്തതും 50 രൂപയിൽ കൂടാത്തതുമായ പിഴയും ലഭ്യമാണ്. നമ്മൾ ഇതേ ശിക്ഷ തന്നെയാണ് എവിടെയും പഠിച്ചത്. മതപരമായിട്ടുള്ള തൊട്ടുകൂടായ്മയ്ക്ക് ലഭിക്കുന്ന ശിക്ഷയും സെയിം ആണ്. സാമൂഹികപരമായിട്ടുള്ള തൊട്ടുകൂടായ്മയ്ക്ക് ലഭിക്കുന്ന ശിക്ഷയും എന്താണ്? സെയിം ആണ്. എന്താണ്? സാമൂഹികപരമായിട്ടുള്ള ഈ പറഞ്ഞ ഏതെങ്കിലും കുറ്റകൃത്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, തൊട്ടുകൂടായ്മ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാസത്തിൽ കുറയാത്തതും അതുപോലെ തന്നെ 6 മാസം വരെ നീണ്ടുപോകാന്നുള്ള, മാക്സിമം 6 മാസം വരെ, 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായ തടവും ലഭ്യമാണ്,
പിഴയും കിട്ടും. പിഴ എത്രയാണ്? ഏറ്റവും കുറഞ്ഞത് 100 രൂപയാണ്, പക്ഷെ മാക്സിമം പിഴ എത്രയാണ്? 500 രൂപയാണ്. അപ്പം 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായ ശിക്ഷയും 100 രൂപ മുതൽ 500 രൂപ വരെയുള്ള പിഴയും ലഭ്യമാണ്. ഏത് ശിക്ഷയ്ക്ക്? സാമൂഹികപരമായിട്ടുള്ള തൊട്ടുകൂടായ്മയ്ക്ക് നിങ്ങൾക്ക് ലഭ്യമാകുന്ന കുറച്ച് ശിക്ഷകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. നമ്മൾ പൗരാവകാശ സംരക്ഷണ നിയമം 1955 പൗരാവകാശ സംരക്ഷണ നിയമത്തിനെ പറ്റിയാണ് ചർച്ച ചെയ്തു വന്നത്. നിയമം എന്താണ്, എന്നാണ് നിയമം പാസ്സാക്കിയത്, അതിൻ്റെ ശിക്ഷ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ബാക്കിയുള്ള കുറച്ച് കുറ്റകൃത്യങ്ങളും പൗരാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ കീഴിൽ വരുന്ന കുറ്റകൃത്യങ്ങളും അതിന് ലഭിക്കാവുന്ന ശിക്ഷയും എന്താണെന്ന് നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം. ആശുപത്രികളിലും മറ്റും വ്യക്തികളെ പ്രവേശിക്കുന്നതിന് വിസമ്മതിച്ചാലുള്ള ശിക്ഷ. നമ്മുടെ രാജ്യത്തെ ആശുപത്രികളിലും മറ്റു സ്ഥാപനങ്ങളിലും ഏതെങ്കിലും ഒരു വ്യക്തിയെ തൊട്ടുകൂടായ്മയുടെ പേരിൽ പ്രവേശനം വിസമ്മതിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തിയെ പ്രവേശിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് പൗരാവകാശ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെ ആശുപത്രിയിലും മറ്റും വ്യക്തികളെ പ്രവേശിക്കുന്നതിൽ വിസമ്മതിച്ചു കഴിഞ്ഞാൽ എന്ത് ശിക്ഷ ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചാൽ, 1 മാസത്തിൽ കുറയാത്തതും 6 മാസം വരെ കൂടാവുന്നതുമായ തടവ് ശിക്ഷയും കൂടാതെ 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായ പിഴയും ലഭ്യമാണ്. ഇപ്പം ഏതെങ്കിലും ആശുപത്രികളിലോ മറ്റ് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ ഏതെങ്കിലും ഒരു വ്യക്തിയെ തൊട്ടുകൂടായ്മയുടെ പരിധിയിൽ വന്ന അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയുടെ കീഴിൽ ആ ഒരു പേരിൽ പ്രവേശിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കുന്നത് എത്രയാണ്? 1 മാസം മുതൽ 6 മാസം വരെയുള്ള ശിക്ഷയും 100 രൂപ മുതൽ 500 രൂപ വരെയുള്ള എന്തും ലഭ്യമാണ്, പിഴയും ഈ നിയമത്തിൽ അനുശാസിക്കുന്നു. സാധനങ്ങൾ വിൽക്കുന്നതിലോ സേവനങ്ങൾ നൽകുന്നതിനോ വിസമ്മതിച്ചാൽ, നമ്മൾ കുറച്ച് ശിക്ഷകളാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ പറഞ്ഞു കഴിഞ്ഞു. ഇനി കുറച്ച് കുറ്റകൃത്യം പറയും, അതിനുള്ള ഒരു കോമൺ ആയിട്ടുള്ള ശിക്ഷയും നമ്മൾ പറയുന്നതാണ്. അപ്പൊ അതിൽ ആദ്യത്തെ കുറ്റകൃത്യം പറയുന്നത് ഇതാണ്: സാധനങ്ങൾ വിൽക്കുന്നതിലോ സേവനങ്ങൾ നൽകുന്നതിനോ വിസമ്മതിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങാനായി ഒരു വ്യക്തി പോവുകയാണ്, ഒരു പൗരൻ പോവുകയാണ്. അപ്പൊ ആ പൗരന് തൊട്ടുകൂടായ്മയുടെ പേരിൽ ആ സാധനം വിൽക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നൽകാതിരിക്കുകയോ നൽകാൻ വിസമ്മതിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, മറ്റൊരു പോയിന്റാണ്, കോമൺ ആയിട്ടുള്ള 2 പോയിന്റ്സ് ഉണ്ട്, അതിന് ഒരു ശിക്ഷ നമ്മൾ ഇതിനു ശേഷം പറയും. അടുത്തൊരു കുറ്റകൃത്യമാണ് വ്യാപാര പ്രവർത്തനങ്ങൾക്കിടയിൽ മറ്റൊരാൾക്ക് സാധനങ്ങൾ വിൽക്കുകയും സേവനങ്ങൾ ലഭ്യമാക്കുകയും എന്നാൽ തൊട്ടുകൂടായ്മയുടെ പേരിൽ ആരെങ്കിലും ഏതെങ്കിലും ചരക്കുകൾ വിൽക്കുവാൻ വിസമ്മതിക്കുകയോ സേവനങ്ങൾ നിരസിക്കുകയോ ചെയ്താലുള്ള ശിക്ഷ. ഇത് നിയമത്തിൽ പറഞ്ഞിട്ടുള്ള അതേ സെന്റൻസാണ്. ഇത് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഏതെങ്കിലും ഒരു വ്യാപാര സ്ഥാപനത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനം, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാധനം ഒരു ഇന്ന വ്യക്തിക്ക് മാത്രം തൊട്ടുകൂടായ്മയുടെ പേരിൽ നൽകാതിരുന്നാൽ, ഇപ്പൊ കുറെ പേര്, ഒരു 10 പേര് ഒരു കടയിൽ പോവുകയാണ്. 10 പേര് പോകുമ്പോഴത്തേക്ക് അതിൽ 9 പേർക്കും ഈ സാധനം കൊടുക്കുന്നുണ്ട്. ഒരാൾക്ക് മാത്രം തൊട്ടുകൂടായ്മയുടെ പേരിൽ ആ സാധനം വിൽക്കുകയോ, സാധനം തന്നെ വിൽക്കണമെന്നില്ല, എന്തെങ്കിലും സേവനം നൽകാതിരിക്കുകയോ, ഒന്നുകിൽ സാധനം നൽകാതിരിക്കുകയോ അല്ലെങ്കിൽ സേവനം നൽകാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ 2 കുറ്റകൃത്യങ്ങൾക്കും കോമൺ ആയിട്ടുള്ള ശിക്ഷ ഇതാണ്: 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷയും 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കുറയാത്തതുമായ പിഴയും ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ശിക്ഷയും ഇതേ ശിക്ഷയാണ്. ഇപ്പൊ പറഞ്ഞ കുറ്റകൃത്യങ്ങൾക്കും ഇതേ ശിക്ഷ തന്നെയാണ് ലഭിക്കുന്നത്. കുറ്റകൃത്യം ഏതൊക്കെയായിരുന്നു? സാധനങ്ങൾ വിൽക്കുന്നതോ വാങ്ങുന്നതോ വിസമ്മതിച്ചാൽ, മറ്റെല്ലാവർക്കും കൊടുക്കുന്നതും. 2 പോയിന്റ്സും ഏകദേശം ഒരേ കണക്കാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ: ഒരു വ്യക്തിക്ക് ഏതോ ഒരു സാധനം കൊടുത്തില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് തൊട്ടുകൂടായ്മയുടെ പേരിൽ ആ സേവനം നൽകിയില്ല. ശിക്ഷ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം, മാക്സിമം 6 മാസം വരെ, 1 മാസം മുതൽ 6 മാസം വരെയുള്ള തടവ് ശിക്ഷയും, പിഴ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ 100 രൂപ മുതൽ 500 രൂപ വരെയുള്ള പിഴയും ലഭ്യമാണ്. അടുത്ത പോയിന്റ്, തൊട്ടുകൂടായ്മയിൽ നിന്നുണ്ടാവുന്ന മറ്റു കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ. നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കുറച്ച് കുറ്റകൃത്യങ്ങൾ പറഞ്ഞു വരികയാണ്, അതിന്റെ ശിക്ഷ പറഞ്ഞു വരികയാണ്. ഇനി മറ്റു കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണ്? തൊട്ടുകൂടായ്മയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു കുറ്റകൃത്യങ്ങളും അവയ്ക്കുള്ള ശിക്ഷ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. ആരെങ്കിലും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 പ്രകാരം തൊട്ടുകൂടായ്മ നിർത്തലാക്കുന്നതിലൂടെ ലഭിക്കുന്ന ഏതെങ്കിലും അവകാശം വിനിയോഗിക്കുന്നതിൽ നിന്ന് തടഞ്ഞാൽ, നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്.
അപ്പൊ ആ ഒരു ആർട്ടിക്കിൾ 17 പ്രകാരം തൊട്ടുകൂടായ്മ നിർത്തലാക്കുന്നതിലൂടെ ലഭ്യമാകുന്ന ഏതെങ്കിലും ഒരു അവകാശം നിരസിച്ചു കഴിഞ്ഞാൽ, അത് വിനിയോഗിക്കുന്നതിൽ നിന്ന് തടഞ്ഞു കഴിഞ്ഞാൽ, ഏതോ ഒരു വ്യക്തിക്ക് ആർട്ടിക്കിൾ 17 പ്രകാരം ആ വ്യക്തിയെ തൊട്ടുകൂടായ്മയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കുറച്ച് തൊട്ടുകൂടായ്മയിൽ നിന്ന് ആ ഒരു തൊട്ടുകൂടായ്മ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. അപ്പോൾ ഒരു ആർട്ടിക്കിൾ 17 പ്രകാരമുള്ള ഒരു വ്യക്തിയുടെ അവകാശം വിസമ്മതിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് തടഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു അവകാശത്തെ തടഞ്ഞു കഴിഞ്ഞാൽ എന്ത് ശിക്ഷയാണെന്നാണ് പറയുന്നത്. മറ്റൊരു കുറ്റകൃത്യം കൂടെ അതേ ശിക്ഷയ്ക്ക് തന്നെ ഉണ്ട്. എന്താണെന്ന് നോക്കാം. അത്തരത്തിലുള്ള ഏതെങ്കിലും അവകാശം വിനിയോഗിക്കുമ്പോൾ ഏതെങ്കിലും വ്യക്തിയെ പീഡിപ്പിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ശല്യപ്പെടുത്തുകയോ തടസ്സപ്പെടുത്തുകയോ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ, ആർട്ടിക്കിൾ 17 പ്രകാരം ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന കുറച്ച് അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ വിനിയോഗിക്കുന്ന സമയത്ത് ആ വ്യക്തിയെ പീഡിപ്പിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ശല്യപ്പെടുത്തുകയോ തടസ്സം ചെയ്യുകയോ അല്ലെങ്കിൽ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷാർഹമാണ്. ആ ശിക്ഷയും ഇതിന്റെ പരിധിയിൽ വരും. അപ്പൊ ആർട്ടിക്കിൾ 17 പ്രകാരം അവകാശം ലംഘിക്കുന്നതും ആ അവകാശം എന്താക്കുമ്പോൾ വിനിയോഗിക്കുന്ന സമയത്ത് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യുന്നതും തെറ്റാണ്. ഈ നിയമത്തിന്റെ പരിധിയിൽ എന്താണ്? പൗരാവകാശ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരും. അത് രണ്ടും എന്താണ്? തെറ്റാണ്, അല്ലെങ്കിൽ കുറ്റകൃത്യമാണ്. മറ്റൊരു കുറ്റകൃത്യമാണ് വാക്കുകളിലൂടെയോ സംസാരത്തിലൂടെയോ എഴുത്തിലൂടെയോ അടയാളങ്ങളിലൂടെയോ ദൃശ്യമായ പ്രതിനിധാനങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഏതെങ്കിലും വ്യക്തിയെയോ വ്യക്തികളെയോ പൊതുജനങ്ങളെയോ ഏതെങ്കിലും രൂപത്തിൽ തൊട്ടുകൂടായ്മ ആചരിക്കുവാൻ പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്താൽ. വലിയൊരു സെന്റൻസ് ആണ്, പക്ഷെ ഇതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ വാക്കാലോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ എഴുത്താലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു അടയാളങ്ങളിലൂടെയോ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെ നമ്മൾ തൊട്ടുകൂടായ്മ എന്ത് ചെയ്യാണ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ തൊട്ടുകൂടായ്മ കാണിക്കാനായിട്ട് ഈ രീതിയിലൊക്കെ നമ്മൾ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അത് കുറ്റമാണ്. അതൊരു കുറ്റകൃത്യമായിട്ട് വരും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ 3 പോയിന്റ്സ്, ഇപ്പം പറഞ്ഞ ഒരു 3 പോയിന്റ്സ് ഉണ്ട്. ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? ആർട്ടിക്കിൾ 17 പ്രകാരം ഒരു വ്യക്തിക്കുള്ള അവകാശങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ. രണ്ടാമത്തെ പോയിന്റ്, ആർട്ടിക്കിൾ 17 പ്രകാരം ആ വ്യക്തിക്കുള്ള അവകാശങ്ങൾ അദ്ദേഹം വിനിയോഗിക്കുന്ന സമയത്ത് അത് ശല്യപ്പെടുത്തുകയോ തടസ്സപ്പെടുത്തുകയോ ആ സമയത്ത് ആ വ്യക്തിയെ പീഡിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ. അടുത്ത പോയിന്റ്, വാക്കാലോ സംസാരത്തിലോ എഴുത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഒരു വ്യക്തിയെ തൊട്ടുകൂടായ്മയ്ക്ക് പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ. ഇതെല്ലാം എന്താണ്? കുറ്റകൃത്യമാണ്. ഈ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയാണ് നമ്മൾ പറയുന്നത്. മറ്റൊരു കുറ്റകൃത്യം കൂടെ അവർ പറയുന്നുണ്ട്. ഒരു പട്ടികജാതി അംഗത്തെ തൊട്ടുകൂടായ്മയുടെ പേരിൽ അവഹേളിക്കുകയോ അപമാനിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് നമ്മുടെ രാജ്യത്ത് SC/ST അട്രോസിറ്റീസ് ആക്ട് ഉണ്ട്. SC/ST അട്രോസിറ്റീസ് ആക്റ്റും ഉണ്ട്. പക്ഷെ അത് പട്ടികജാതി അംഗത്തിന്റെ ആ ഒരു പട്ടികജാതി വിഭാഗമായതുകൊണ്ട് തൊട്ടുകൂടായ്മ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഏത് നിയമവും പറയാൻ പറ്റും? പൗരാവകാശ സംരക്ഷണ നിയമവും പറയാൻ പറ്റും. പോയിന്റ് എന്താണ്? ഒരു പട്ടികജാതി അംഗത്തെ തൊട്ടുകൂടായ്മയുടെ പേരിൽ അവഹേളിക്കുകയോ അപമാനിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ എന്താണ് ശിക്ഷ? ഈ പറഞ്ഞ 4 പോയിന്റ്സിനും കോമൺ ആയിട്ടുള്ള ഒരു ശിക്ഷയാണ് 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷയും 100 രൂപ മുതൽ 500 രൂപ വരെയുള്ള പിഴയും. നമ്മൾ ഈ പറഞ്ഞ 3 കാറ്റഗറി കുറ്റങ്ങൾക്കും ഒരേ ശിക്ഷയാണ്. ഇതെന്താണ് ഒരുമിച്ച് പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ലെങ്തി ആയി പോകും എന്നുള്ളത് കൊണ്ടാണ് ഒരുമിച്ച് പറയാത്തത്. ഈ 3 കാറ്റഗറി ആയിട്ട് പഠിച്ചു വെച്ചതിന് ശേഷം കോമൺ ആയിട്ട് ഒരൊറ്റ ശിക്ഷ പഠിച്ചാൽ മതിയാവും. ശിക്ഷ ഇതാണ്: 1 മാസം മുതൽ 6 മാസം വരെയും, പിഴ ചോദിച്ചു കഴിഞ്ഞാൽ 100 രൂപ മുതൽ 500 രൂപ വരെ തടവും ലഭിക്കാം, പിഴയും ലഭിക്കാം. ഓക്കെ ആണല്ലോ? ആ 4 കുറ്റകൃത്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഒന്നാമത് പറഞ്ഞത്, ഇത് വലിയ സെന്റൻസുകളാണ്, നിയമത്തിൽ പറയുന്നത് വലിയ സെന്റൻസ് ആയിട്ടാണ്, പക്ഷെ കുറച്ച് കാര്യമേ ഉള്ളൂ. ഒന്നാമത്തെ, നമ്മൾ ഈ തൊട്ടുകൂടായ്മയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയാണ്. നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കുറ്റകൃത്യം അല്ലാതെ മറ്റു കുറച്ച് കുറ്റകൃത്യങ്ങളാണ് ഇവിടെ ഓട്ടിച്ച് പറഞ്ഞത്. ഒന്ന്, ആർട്ടിക്കിൾ 17 പ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തിക്കുള്ള അവകാശം ലംഘിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ. 2, ആർട്ടിക്കിൾ 17 പ്രകാരം ഒരു വ്യക്തി ഏതെങ്കിലും ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു അവകാശത്തിൽ മേൽ എന്തെങ്കിലും ഒരു വിനിയോഗിക്കുന്ന സമയത്ത് ആ വ്യക്തിയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ.
മൂന്നാമത്, നമ്മുടെ വാക്കാലോ സംസാരത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അടയാളങ്ങളിലൂടെയോ എഴുത്തിലൂടെയോ ഒരു വ്യക്തിയെ എന്ത് ചെയ്യാണ്, തൊട്ടുകൂടായ്മയെ ചെയ്യുകയോ അല്ലെങ്കിൽ ആ തൊട്ടുകൂടായ്മ ആചരിക്കാനായി പ്രേരിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാലും അതും ശിക്ഷാർഹമാണ്. നാലാമത്തെ എന്താണ്, പട്ടികജാതി വിഭാഗത്തിനെ എന്ത് ചെയ്യാണ്, തൊട്ടുകൂടായ്മയുടെ പേരിൽ അവഹേളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് ശിക്ഷ ലഭിക്കും. എന്താണ് ശിക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, 1 മാസത്തിൽ കുറയാത്തതും 6 മാസം വരെ നീളാവുന്നതുമായിട്ടുള്ള തടവ് ശിക്ഷയും 100 രൂപ മുതൽ 500 രൂപ വരെ പിഴ ശിക്ഷയും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പൗരാവകാശ സംരക്ഷണ നിയമങ്ങളിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കുറ്റങ്ങൾ പറഞ്ഞു, അതിൻ്റെ ശിക്ഷകളുമാണ് സംസാരിച്ചു വരുന്നത്. ഇനി ബാക്കിയുള്ള ശിക്ഷകളും കുറ്റങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. തൻ്റെ കമ്മ്യൂണിറ്റിയിലോ വിഭാഗത്തിലോ ഉൾപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും അത്തരം കമ്മ്യൂണിറ്റിയിലോ വിഭാഗത്തിലോ ഉള്ള അംഗമെന്ന നിലയിൽ അർഹതയുള്ള ഏതെങ്കിലും അവകാശമോ പ്രത്യേക അവകാശമോ നിഷേധിച്ചാൽ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, തൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗം അല്ലെങ്കിൽ തൻ്റെ കമ്മ്യൂണിറ്റിയിലോ തൻ്റെ വിഭാഗത്തിലോ പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അത്തരം കമ്മ്യൂണിറ്റിയിലും വിഭാഗത്തിലും ലഭിക്കുന്ന ഏതോ ഒരു അവകാശം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക അവകാശം നിഷേധിച്ചു കഴിഞ്ഞാൽ ഇത് പൗരാവകാശ സംരക്ഷണ നിയമത്തിന്റെ കീഴിൽ വരും. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള 2 വ്യക്തികളുണ്ട്, ആ 2 വ്യക്തികളിൽ ഒരാൾ എന്ത് ചെയ്യണം, മറ്റൊരാൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ എന്ത് ചെയ്യണം, ആ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാൽ, രണ്ടുപേരും ഒരേ കമ്മ്യൂണിറ്റി ആണെങ്കിൽ തന്നെയും മറ്റേ വ്യക്തിക്ക് പൗരാവകാശ സംരക്ഷണ നിയമത്തിന്റെ കീഴിൽ എന്ത് ചെയ്യാം, ആ സംരക്ഷണം ലഭ്യമാണ്. ഇപ്പൊ പോയിന്റ് ഒന്നുകൂടെ പറയാം, തൻ്റെ കമ്മ്യൂണിറ്റിയിലോ വിഭാഗത്തിലോ ഉൾപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും അത്തരം കമ്മ്യൂണിറ്റിയിലെ വിഭാഗത്തിലോ അംഗമെന്ന നിലയിൽ അർഹതയുള്ള ഏതെങ്കിലും അവകാശമോ പ്രത്യേക അവകാശമോ നിഷേധിച്ചാൽ. മറ്റൊരു പോയിന്റ് പറയുന്നതാണ്, ഒരു വ്യക്തി ഈ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതെങ്കിലും പ്രവൃത്തി ചെയ്ത്, ഈ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾക്കായി ഏതെങ്കിലും പ്രവൃത്തി ചെയ്ത് അയിത്തം ആചരിക്കാൻ വിസമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ ജാതി ഭ്രഷ്ട് നടത്താൻ ശ്രമിച്ചാൽ. ഇത് നമ്മൾ പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവാത്ത ഒരു പോയിന്റാണ്, ഒന്ന് വ്യക്തത വരുത്താം. ഒന്നുകൂടെ വായിക്കാം. ഒരു വ്യക്തി ഈ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾക്കായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു, ഏതോ ഒരു വ്യക്തി ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ നിയമത്തിന്റെ രീതിയിൽ നിയമപരമായി ഒരു പ്രവൃത്തി ചെയ്തെന്ന് വിചാരിക്കാം. അയിത്തം ആചരിക്കാൻ വിസമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ ജാതി ഭ്രഷ്ട് നടത്തിക്കഴിഞ്ഞാൽ, അതായത് അയിത്തം ചെയ്യാതിരുന്നു, ഇപ്പം ചിലപ്പോൾ ജാതിപരമായിട്ട് മതപരമായിട്ട് എന്തെങ്കിലുമൊക്കെ അയിത്തം ചെയ്യാനായിട്ട് ഒരു വ്യക്തി ഇയാളെ പ്രേരിപ്പിക്കുകയാണെന്ന് വിചാരിക്കാം. പക്ഷെ ആ വ്യക്തി നമ്മളെ ഈ നിയമത്തിന്റെ ലക്ഷ്യങ്ങളെല്ലാം എന്ത് ചെയ്യാണ്, പിന്തുടരുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു വ്യക്തിയെ ജാതി ഭ്രഷ്ട് നടത്തിക്കഴിഞ്ഞാൽ, അതായത് നിയമത്തിന്റെ കീഴിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും അയിത്തം ആചരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ജാതി ഭ്രഷ്ട് ചെയ്താൽ അതൊരു കുറ്റമായി കണക്കാക്കും. അപ്പൊ നമ്മൾ 2 കുറ്റങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്നാമത്തത്, ഒരേ കമ്മ്യൂണിറ്റിയിലുള്ള 2 അല്ലെങ്കിൽ ഒരേ വിഭാഗത്തിലുള്ള 2 വ്യക്തികൾ, അതിൽ ഒരു വ്യക്തിക്ക് ആ വിഭാഗത്തിന് കിട്ടേണ്ട അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിക്ക് കിട്ടേണ്ട അവകാശങ്ങളോ പ്രത്യേക അവകാശമോ നിഷേധിച്ചാൽ. രണ്ടാമത്, ഈ നിയമത്തിന്റെ കീഴിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു വ്യക്തി അയിത്തം ആചരിക്കാൻ വിസമ്മതിച്ചു, അയിത്തം ആചരിക്കില്ല എന്ന് പറഞ്ഞു, അതിന്റെ പേരിൽ ആ വ്യക്തി എന്ത് ചെയ്തു കഴിഞ്ഞാൽ, ജാതി ഭ്രഷ്ട് നടത്തിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കുറ്റമാണ്, ശിക്ഷാർഹമാണ്. ഈ 2 കുറ്റങ്ങൾക്കും ലഭ്യമാവുന്ന ശിക്ഷ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ശിക്ഷ തന്നെയാണ്. എന്താണ്? 1 മാസത്തിൽ കുറയാത്തതും 6 മാസം വരെ നീളാവുന്നതുമായ തടവ് ശിക്ഷയും 100 രൂപ മുതൽ 500 രൂപ വരെയുള്ള പിഴ. ഓക്കെ ആണോ? 2 പോയിന്റ്സ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു, ഒരേ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരേ വിഭാഗം, അവർക്ക് കിട്ടേണ്ട പ്രത്യേക അവകാശമോ നിഷേധിച്ചു കഴിഞ്ഞാൽ. രണ്ടാമത്തെ പോയിന്റ്, ജാതി ഭ്രഷ്ട് കൽപ്പിച്ചു കഴിഞ്ഞാൽ ശിക്ഷ കോമൺ ആണ്. ശിക്ഷ എന്താണ്? 1 മാസം മുതൽ 6 മാസം വരെയുള്ള ശിക്ഷയും 100 രൂപ മുതൽ 500 രൂപ വരെയുള്ള പിഴയും. അടുത്ത പോയിന്റ് ഇതാണ്, തൊട്ടുകൂടായ്മ നിർത്തലാക്കുന്നതിലൂടെ ലഭ്യമാകുന്ന അവകാശങ്ങൾ ബന്ധപ്പെട്ട വ്യക്തികൾക്ക് പ്രയോജനപ്രദമാവുന്നു എന്ന് ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാരിന് കുറച്ച് കടമകളുണ്ട്. അതായത് ഈ നിയമം എല്ലാ പൗരന്മാരിലും എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഈ നിയമത്തിന്റെ പ്രയോജനം എല്ലാ വ്യക്തികൾക്കും ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള കടമ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വമുള്ള ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാരിനുള്ള ഉത്തരവാദിത്തങ്ങളെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അതായത് ഈ നിയമത്തിന്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുന്നത് ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇതിൽ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, നിയമസഹായം ഉൾപ്പെടെ മതിയായ സൗകര്യങ്ങൾ നൽകുക.
എല്ലാ വ്യക്തികൾക്കും നിയമസഹായം, ഈ ഒരു നിയമത്തിന്റെ കീഴിൽ എന്തെങ്കിലും കുറ്റകൃത്യം ഉണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് എന്ത് നൽകുക? മതിയായ നിയമസഹായം ഉൾപ്പെടെ മതിയായ എല്ലാ സൗകര്യങ്ങളും ആര് നൽകണം? സംസ്ഥാന സർക്കാർ നൽകിയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, ഈ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചതിന് പ്രോസിക്യൂഷനുകളുടെ മേൽനോട്ടം ആരംഭിക്കുന്നതിനോ നടപ്പിലാക്കുന്നതിനോ വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുക. അതായത് എവിടെയോ നമ്മൾ പറഞ്ഞു നിയമസഹായം കൃത്യമായി നൽകേണ്ട സംസ്ഥാന സർക്കാരാണ്. അപ്പൊ ഈ ഒരു നിയമത്തിന്റെ വ്യവസ്ഥകൾ ലംഘിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികളും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികൾക്കുമായിട്ട് എന്ത് വേണം? നടപ്പിലാക്കാൻ, ആ ഒരു നടപടിക്രമങ്ങൾ നടപ്പിലാക്കാനായിട്ട് ആര് ഉണ്ടായിരിക്കണം? ഉദ്യോഗസ്ഥരുണ്ടായിരിക്കണം. ആ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ളതായിട്ടുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? സംസ്ഥാന സർക്കാരിനുണ്ട്. അപ്പൊ സംസ്ഥാന സർക്കാർ ഈ ഒരു നിയമം മതിയായി പ്രയോജനപ്പെടുത്തുന്നുണ്ടോ, ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ആ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആ ഒരു കടമയുള്ള സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന സർക്കാരിന്റെ രണ്ട് കടമകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, നിയമസഹായം നൽകുക, മതിയായ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാം. രണ്ടാമത്, ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുള്ള അത് നടപ്പാക്കാൻ അല്ല ആ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടാനായിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്യണം? സംസ്ഥാന സർക്കാർ നിയമിക്കണം. മറ്റൊരു ഉത്തരവാദിത്തമാണ് ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്കായി ഒരു പ്രത്യേക കോടതി സ്ഥാപിക്കുക. ഒരു പ്രത്യേക കോടതി ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. അപ്പൊ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ സാധാ കോടതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ കേസുകൾ പരിഗണിക്കുന്നതിന് പകരം ഒരു പ്രത്യേക കോടതി രൂപീകരിക്കുകയും ആ പ്രത്യേക കോടതിയായിരിക്കും ഈ പൗരാവകാശ സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്ത് ചെയ്യുന്നത്? പരിഗണിക്കുന്നത്. ആ പ്രത്യേക കോടതി ആര് രൂപീകരിക്കണം? സംസ്ഥാന സർക്കാർ രൂപീകരിക്കണം. അടുത്ത പോയിന്റ്, അത്തരം നടപടികൾ രൂപീകരിക്കുന്നതിനോ നടപ്പിലാക്കുന്നതിനോ സംസ്ഥാന ഗവൺമെന്റിനെ സഹായിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അനുയോജ്യമെന്ന് കരുതുന്ന ഉചിതമായ തലങ്ങളിൽ കമ്മിറ്റികൾ രൂപീകരിക്കുക. അതായത് നമ്മൾ ഈ പറഞ്ഞ നടപടികൾ രൂപീകരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പൊ അത്തരം നടപടികൾ രൂപീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും സംസ്ഥാന ഗവൺമെന്റിനെ സഹായിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് അനുയോജ്യമായ തലങ്ങളിൽ കമ്മിറ്റികൾ രൂപീകരിക്കാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി എല്ലാ തലത്തിലും അതുമായി അനുയോജ്യമായിട്ടുള്ള തലങ്ങളിലെല്ലാം കമ്മിറ്റികൾ രൂപീകരിക്കാനും ആർക്ക് അധികാരമുണ്ട്? സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. അപ്പൊ 4 പോയിന്റ്സ് ആണ് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയായിട്ട് പറഞ്ഞത്. 1, സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക, നിയമസഹായം നൽകുക. 2, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരെ നിയമിച്ചു നൽകുക. 3-മത്തെ എന്തായിരുന്നു? ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പരിഗണിക്കാനായി ഒരു പ്രത്യേക കോടതി എന്ത് ചെയ്യുക? സ്ഥാപിക്കുക. പൗരാവകാശ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പരിഗണിക്കാൻ ഒരു പ്രത്യേക കോടതി എന്ത് ചെയ്യുക? സ്ഥാപിക്കുക. 4-മത്തെ പോയിന്റ് എന്താണ്? ഇതുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ പൗരാവകാശ സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പരിഗണിക്കാനായി പ്രത്യേക ഉചിതമായ തലങ്ങളിൽ എന്ത് ചെയ്യാം? കമ്മിറ്റികൾ രൂപീകരിക്കാനുള്ള അധികാരവും ആർക്കുണ്ടായിരിക്കും? നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ടായിരിക്കും. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള ടോപ്പിക്ക് സ്ത്രീധന നിരോധന നിയമമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾ, നമ്മൾ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് എല്ലാ സിലബസിലും നമ്മുടെ LD ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ, +2 ലെവൽ എക്സാം ആയിക്കോട്ടെ, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സുപ്രധാന നിയമങ്ങൾ. അതിൽ വനിതകളുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് സ്ത്രീധന നിരോധന നിയമം 1961. നമ്മുടെ രാജ്യത്ത് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961. ആ നിയമത്തിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബീഹാറാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത് ആരാണ്? ഏത് സംസ്ഥാനമാണ്? ബീഹാറാണ്. ബീഹാറിലാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത്. എന്നാൽ ഈ ബീഹാറിൽ അന്ന് പാസാക്കിയ നിയമം സ്ത്രീധന നിരോധന നിയമം എന്നല്ല അറിയപ്പെട്ടത്. അതൊരു സ്ത്രീധന നിയന്ത്രണ നിയമം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഏത് പേരിലാണ് അറിയപ്പെട്ടെ? സ്ത്രീധന നിയന്ത്രണ നിയമം. ബീഹാറിൽ ആദ്യമായി സ്ത്രീധന നിയന്ത്രണ നിയമം നിലവിൽ വന്നത് 1950-ലാണ്. ഏത് വർഷം? 1950. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ത്രീധന നിരോധന നിയമത്തെ പറ്റിയാണ്. ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം മൊത്തത്തിൽ നിലവിൽ വന്നത് അല്ലെങ്കിൽ നിയമം പാസാക്കിയത് 1961-ലാണ്. ഇന്ത്യയിൽ തന്നെ സ്ത്രീധന നിരോധന നിയമം ആദ്യം പാസാക്കിയ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറാണ്. ബീഹാറിലെ സ്ത്രീധന നിയന്ത്രണ നിയമം നിലവിൽ വന്നത് 1950-ലാണ്. ഇനി
അതിനുശേഷം ആന്ധ്രാപ്രദേശ് സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവന്നു. ബീഹാറിൽ ആദ്യം 1950 വന്നത് സ്ത്രീധന നിയന്ത്രണ നിയമമെങ്കിൽ ആന്ധ്രാപ്രദേശിൽ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1956 ആന്ധ്രാപ്രദേശ് സ്ത്രീധന നിയന്ത്രണ നിരോധന നിയമം നിലവിൽ വന്നത് 1956 അപ്പൊ രണ്ട് സംസ്ഥാനങ്ങളെ പറ്റി പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീധന നിയന്ത്രണ നിയമം എന്ന പേരിൽ നിയമം വന്നത് ബീഹാറിലും രണ്ടാമത് വന്നത് ആന്ധ്രാപ്രദേശിലാണ് 1956. കേന്ദ്ര ഗവൺമെന്റ് സ്ത്രീധന നിരോധന നിയമം ലോക്സഭയിൽ അവതരിപ്പിച്ചതെന്നാണ്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് മൊത്തത്തിൽ ഇന്ത്യ മുഴുവനായിട്ട് ഒരു സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ബീഹാറും ആന്ധ്രാപ്രദേശും പോലുള്ള സംസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമനിർമ്മാണം നടത്തിയിരുന്നു. അപ്പൊ ഇന്ത്യ മൊത്തത്തിൽ ഈ ഒരു നിയമം വേണം എന്നുള്ള അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സ്ത്രീധന നിരോധന നിയമത്തിന്റെ ബില്ല്, ആ നിയമം ലോക്സഭയിൽ അവതരിപ്പിച്ചത്, പാസാക്കിയതല്ല, ലോക്സഭയിൽ അവതരിപ്പിച്ചത് 1959 ഏപ്രിൽ 24 അപ്പൊ എന്നാണ് സ്ത്രീധന നിരോധന നിയമം ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത്? 1959 ഏപ്രിൽ 24. ലോക്സഭയിൽ ഏപ്രിൽ 24 അവതരിപ്പിച്ച സ്ത്രീധന നിരോധന നിയമം എന്നാണ് ലോക്സഭ പാസാക്കിയതെന്ന് ചോദിച്ചാൽ 1959 ഡിസംബർ 9, അതേ വർഷം തന്നെ 59 വർഷാവസാനം ഏകദേശം ഡിസംബർ 9 ലോക്സഭ ഈ നിയമം എന്ത് ചെയ്യുന്നത്? പാസ്സാക്കുന്നത്. നമുക്കറിയാം, ലോക്സഭ പാസ്സാക്കിയതിനു ശേഷം നിയമം ആര് പാസ്സാക്കണം? രാജ്യസഭ പാസ്സാക്കണം. അതിനുശേഷം രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ മാത്രമേ രാജ്യത്ത് നിയമം നിലവിൽ വരൂ. അപ്പൊ അതിനുശേഷം 1959 ഡിസംബർ 9 ശേഷം ഈ നിയമം രാജ്യസഭയിലേക്ക് പോവുകയാണ്. എന്നാൽ ഈ നിയമം രാജ്യസഭ പാസാക്കിയില്ല. 59 ഡിസംബർ 9 ലോക്സഭ പാസാക്കിയ സ്ത്രീധന നിരോധന നിയമം രാജ്യസഭയിൽ എത്തിയെങ്കിലും രാജ്യസഭ ഇതേ നിയമം അതേപടി എന്ത് ചെയ്തിട്ടില്ല? പാസാക്കിയിട്ടില്ല. പക്ഷെ ഇവരൊരു ചെറിയൊരു പരിപാടി ചെയ്തു. രാജ്യസഭ ഈ ലോക്സഭ പാസാക്കി കൊടുത്ത സ്ത്രീധന നിരോധന നിയമത്തിൽ ചെറിയ ചെറിയ ഭേദഗതി വരുത്തി. അതേപടി പാസ്സാക്കാതെ ആ നിയമത്തിൽ ചെറിയ ചെറിയ ഭേദഗതി വരുത്തിയതിനു ശേഷം 1960 നവംബർ 30 ഏകദേശം ഒരു വർഷം, 59 ഡിസംബർ 9 ലോക്സഭ സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കിയത്. ആ നിയമം തൊട്ടടുത്ത ദിവസങ്ങളിൽ രാജ്യസഭയിൽ എത്തിയെങ്കിലും അവർ പാസ്സാക്കിയില്ല. ഏകദേശം 1960 നവംബർ 30 ആയപ്പോൾ ആ നിയമത്തിൽ ചെറിയ ചെറിയ ഭേദഗതികൾ വരുത്തി രാജ്യസഭ പാസ്സാക്കി. ഓക്കെ ആണല്ലോ? അപ്പൊ അതേ നിയമം അല്ല രാജ്യസഭ പാസ്സാക്കിയത്. രാജ്യസഭ അവരുടേതായിട്ടുള്ള ഭേദഗതികൾ വരുത്തിയതിനു ശേഷം ആ നിയമം എന്ത് ചെയ്തു? 1960 നവംബർ 30 രാജ്യസഭ പാസ്സാക്കി. രാജ്യസഭ ഈ നിയമത്തിൽ ഭേദഗതി വരുത്തി പാസ്സാക്കിയപ്പോൾ നമുക്കറിയാം, ലോക്സഭ പാസ്സാക്കിയ നിയമമല്ല രാജ്യസഭ പാസ്സാക്കിയത്. അപ്പൊ ഈ നിയമത്തിനെ പറ്റി ഒന്ന് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് എന്ത് ചെയ്യാണ്? ഈ ബില്ലിനെ കുറിച്ച് പഠിക്കാനായി ഒരു സംയുക്ത സമിതി എന്ത് ചെയ്യാണ്? രൂപീകരിക്കുകയാണ്. സ്ത്രീധന നിരോധന നിയമം ലോക്സഭ ആദ്യം പാസ്സാക്കി, അതേ നിയമം അല്ല രാജ്യസഭ പാസ്സാക്കിയത്. അപ്പൊ എന്തൊക്കെ മാറ്റമാണ്, എന്തൊക്കെ ഭേദഗതിയാണ് ഇതിൽ വരുത്തിയത്? എന്തുകൊണ്ടാണ് രാജ്യസഭ ഇതിൽ മാറ്റം വരുത്തേണ്ടി വന്നത്? അപ്പൊ അതിനെപ്പറ്റിയൊക്കെ പഠിക്കാനായിട്ട് എന്ത് ചെയ്യാണ്? ഒരു സംയുക്ത സമിതി രൂപീകരിക്കുകയാണ്. ആ സംയുക്ത സമിതിയിൽ ആകെ 45 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ആകെ ഉണ്ടായിരുന്ന അംഗസംഖ്യ എത്രയായിരുന്നു? 45 സംയുക്ത സമിതിയുടെ അംഗസംഖ്യ. ആ 45 അംഗങ്ങളിൽ 30 അംഗങ്ങൾ ലോക്സഭയിൽ നിന്നും 15 അംഗങ്ങൾ രാജ്യസഭയിൽ നിന്നുമുള്ളവരായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു, സ്ത്രീധന നിരോധന നിയമം നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്ന സമയത്ത് ചെറിയ അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു. ലോക്സഭ പാസ്സാക്കിയ നിയമമല്ല രാജ്യസഭ പാസ്സാക്കിയത്. അപ്പൊ അതിനെപ്പറ്റി പഠിക്കാനായിട്ട് ഒരു 45 അംഗ സംയുക്ത സമിതി രൂപീകരിച്ചു. ആ 45 അംഗ സംയുക്ത സമിതിയിൽ 30 പേര് ലോക്സഭയിൽ നിന്നുള്ളവരും ബാക്കി 15 പേര് എവിടെ നിന്നുള്ളവരായിരുന്നു? രാജ്യസഭയിൽ നിന്നുള്ളവരുമായിരുന്നു. ഈ സമിതിയുടെ അധ്യക്ഷ, ഈ 45 പേരടങ്ങുന്ന സംയുക്ത സമിതിയുടെ അധ്യക്ഷയായിരുന്നു രേണു ചക്രവർത്തി. ആരാണ്? രേണു ചക്രവർത്തി. അപ്പോൾ സ്ത്രീധന നിരോധന നിയമത്തെ പറ്റി പഠിക്കാനായി ഇന്ത്യൻ പാർലമെന്റിലെ ഇരു സഭകളിൽ നിന്നുള്ള 45 പേരടങ്ങിയ ഒരു സംയുക്ത സമിതി രൂപീകരിച്ചു. അതിന്റെ അധ്യക്ഷയുടെ പേരെന്താണ്? രേണു ചക്രവർത്തി. ഓക്കെ ആണല്ലോ? ഇനി ഇവർ ഈ കമ്മിറ്റി കുറെ നിർദ്ദേശങ്ങൾ വെച്ചായിരുന്നു. അതായത് ഇവർ പഠിച്ചതിന് ശേഷമുള്ള നിർദ്ദേശങ്ങൾ എന്ത് ചെയ്തായിരുന്നു? കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. അതുപോലെ തന്നെ പാർലമെന്റിന്റെ ഇരു സഭകൾക്കും ഈ രേണു ചക്രവർത്തി അധ്യക്ഷയായിട്ടുള്ള സമിതിയുടെ റിപ്പോർട്ട് അവരെന്ത് ചെയ്തു? സമർപ്പിച്ചു. എന്നാൽ ഈ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ലോക്സഭയും രാജ്യസഭയും അംഗീകരിച്ചില്ല.
ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും ഇടയ്ക്കൊരു ചെറിയൊരു പ്രശ്നം ഈ ഒരു നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സമിതി എന്ത് ചെയ്തേ രൂപീകരിച്ചത്. എങ്കിലും ആ സമിതിയുടെ നിർദ്ദേശങ്ങൾ പോലും നമ്മുടെ ലോക്സഭയും രാജ്യസഭയും എന്ത് ചെയ്തിട്ടില്ല, അംഗീകരിച്ചില്ല. അതായത് നമ്മുടെ സ്ത്രീധന നിരോധന നിയമം നമ്മുടെ രാജ്യത്ത് പാസ്സാക്കാൻ ചെറിയ ചെറിയ അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു. പരിഹരിക്കാനായിട്ട് ശ്രമിച്ച സമിതിയുടെ നിർദ്ദേശങ്ങൾ പോലും ഈ രണ്ട് സഭയും അംഗീകരിക്കാത്ത അവസ്ഥയായി. തുടർന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിക്കുകയും നിയമം പാസ്സാക്കുകയും ചെയ്തു. നമ്മുടെ പാർലമെന്റിന്റെ ഇരു സഭകൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ, ഏതെങ്കിലും നിയമം പാസ്സാക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് സോൾവ് ചെയ്ത് ആ ഒരു നിയമം പാസ്സാക്കാനായി ഇന്ത്യൻ പാർലമെന്റിനെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടാൻ സാധിക്കും. രാഷ്ട്രപതിയാണ് സംയുക്ത സമ്മേളനം എന്ത് ചെയ്യുന്നത്, വിളിച്ചു കൂട്ടുന്നത്. അതിന്റെ അധ്യക്ഷൻ ലോക്സഭയുടെ സ്പീക്കർ ആയിരിക്കും. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനം ആദ്യമായി വിളിച്ചു കൂട്ടുന്നത് ഏത് നിയമം പാസ്സാക്കാനാണ്? സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കാനായി അവർ വിളിച്ചു കൂട്ടുകയും ചെയ്തു. നിയമം എന്ത് ചെയ്തു, പാസ്സാക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യത്തെ സംയുക്ത സമ്മേളനം എന്ത് പാസ്സാക്കാൻ വേണ്ടിയായിരുന്നു? സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കാൻ വേണ്ടി. സംയുക്ത സമ്മേളനം വിളിച്ചത് എന്നായിരുന്നു? 1961 മെയ് 6, 9 തീയതികളിലാണ്. എന്നാണ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടിയത്? 2 ദിവസങ്ങളിലായിട്ടാണ് കൂട്ടിയത്. 1961 മെയ് 6, മെയ് 9 തീയതികളിലാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടിയത്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അന്നത്തെ അധ്യക്ഷൻ ആരായിരുന്നു? അധ്യക്ഷൻ MA അയ്യങ്കാർ ആയിരുന്നു. MA അയ്യങ്കാർ ആയിരുന്നു ആ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഇനി രാഷ്ട്രപതിയായ രാജേന്ദ്ര പ്രസാദിന്റെ അംഗീകാരം ലഭിച്ചത്. ഇപ്പൊ ഈ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് ശേഷം ഇവര് നിയമം പാസ്സാക്കിയാണ്. ആ പാസ്സാക്കിയ നിയമം ഇനി രാഷ്ട്രപതി എന്ത് ചെയ്യണം? അംഗീകരിക്കണം. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായിട്ടുള്ള രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് എന്ത് ചെയ്തത്? ഇതെന്ത് ചെയ്യുന്നു? പാസ്സാക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അംഗീകാരം ലഭിക്കുകയാണ്. രാജേന്ദ്ര പ്രസാദിന്റെ അംഗീകാരം ലഭിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ അംഗീകാരം നമ്മുടെ ഈ നിയമത്തിന് ലഭിച്ചത് 1961 മെയ് 20-നാണ്. ക്ലിയർ ആണോ? അപ്പൊ ലോക്സഭ പാസ്സാക്കി, സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടി ഇരു സഭകളും എന്ത് ചെയ്യാണ്? നിയമം പാസ്സാക്കിയാണ്. സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടിയ ഡേറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു 1961 മെയ് 6, 9 തീയതികളിൽ അധ്യക്ഷൻ MA അയ്യങ്കാർ ആയിരുന്നു. അതിനുശേഷം രാജേന്ദ്ര പ്രസാദിന്, അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ഇതിന് അംഗീകാരം നൽകിയത് 1961 മെയ് 20-നാണ്. അതിനുശേഷം നിയമം നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്ത്രീധന നിരോധന നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുന്നത് 1961 ജൂലൈ 1-നാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. എന്നാണ് ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത്? എന്നാണ് 1961 ജൂലൈ 1-ന്. എന്നാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്? 1961 മെയ് 20-ന് രാഷ്ട്രപതി അംഗീകരിച്ചു. ജൂലൈ 1-ന് നിയമം നിലവിൽ വന്നു. 1961 നിലവിൽ വന്ന സ്ത്രീധന നിരോധന നിയമത്തെ 2 തവണ ഭേദഗതി ചെയ്തു. 61-ലാണ് നിയമം നിലവിൽ വന്നതെങ്കിലും 2 തവണ ഭേദഗതി വന്നത് 1984-ലും 1986-ലും നിയമത്തെ എന്ത് ചെയ്തു? ഭേദഗതി ചെയ്തു. ഈ നിയമം നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും ആദ്യത്തെ പ്രസിഡന്റും ആദ്യത്തെ രാഷ്ട്രപതി ഇരുന്ന സമയത്ത് തന്നെയാണ് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത്. ആ നിയമത്തെ 2 തവണ ഭേദഗതി ചെയ്തു, 84-ലും 86-ലും. സ്ത്രീധന നിരോധന ചട്ടങ്ങൾ ഇറങ്ങിയത്, റൂൾസ്, നമ്മൾ പറഞ്ഞത് 61-ൽ വന്നത് നിയമമാണ്, ആക്റ്റാണ്. എന്നാൽ സ്ത്രീധന നിരോധന റൂൾസ് അല്ലെങ്കിൽ ചട്ടങ്ങൾ ഇറങ്ങിയത് 1985-ലാണ്. 84, 86 ഭേദഗതി ചെയ്തു. അതിനിടയ്ക്കുള്ള വർഷമാണ് 85. 85-ലാണ് സ്ത്രീധന നിരോധന ചട്ടങ്ങൾ ഇറങ്ങിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. സ്ത്രീധന നിരോധന നിയമം 61, എന്നാൽ സ്ത്രീധന നിരോധന ചട്ടങ്ങൾ അല്ലെങ്കിൽ സ്ത്രീധന നിരോധന റൂൾസ് ആണെങ്കിൽ 85. തിരിഞ്ഞു പോകരുത്. നിയമമാണ് 61-ല്, ചട്ടങ്ങൾ ഇറങ്ങിയത് 85-ലാണ്.
കേന്ദ്ര നിയമം അനുസരിച്ച് 61 വന്ന കേന്ദ്ര നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാർ ചട്ടങ്ങൾ ഇറക്കിയത് 1997 കേന്ദ്ര സർക്കാർ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ എന്തിറക്കിയത്, റൂൾസ് ഇറക്കിയത് 1997. സംസ്ഥാന സർക്കാരിന്റെ ചട്ടങ്ങൾ പരിഷ്കരിച്ചത്, സംസ്ഥാന സർക്കാർ സ്ത്രീധന നിരോധനവുമായി ബന്ധപ്പെട്ട് ഇറക്കിയ 97 ഇറക്കിയ ചട്ടങ്ങൾ പരിഷ്കരിക്കുകയാണ് ചെയ്തത്. പരിഷ്കരണം വന്നത്, ആ ചട്ടങ്ങളിൽ പരിഷ്കരണം സംഭവിച്ചത് 2004. ഓക്കെ ആണോ? 2 പോയിന്റ്സ് ആണ് പറഞ്ഞത്. കേന്ദ്ര സർക്കാർ 61 നിയമം ഇറക്കി, കേന്ദ്ര സർക്കാർ 85 ചട്ടങ്ങൾ ഇറക്കി. ആ ചട്ടങ്ങൾ അനുസരിച്ച് സംസ്ഥാന സർക്കാർ ചട്ടങ്ങൾ രൂപീകരിച്ചതെന്നാണ് 97. ആ സംസ്ഥാന സർക്കാർ ഇറക്കിയ ചട്ടങ്ങളെ പരിഷ്കരിച്ചതെന്നാണ് 2004. ഇനി എന്താ സ്ത്രീധനം? നമ്മൾ സംസാരിക്കുന്ന സ്ത്രീധന നിരോധന നിയമത്തെ പറ്റിയാണെങ്കിൽ എന്താണ് സ്ത്രീധനം എന്ന് കൃത്യമായ ഒരു നിർവചനം നിയമത്തിൽ ഉണ്ടായിരിക്കണം. 1961 സ്ത്രീധന നിരോധന നിയമം അനുസരിച്ച് എന്താണ് സ്ത്രീധനം എന്നതിന്റെ നിർവചനമാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഇത് മൊത്തത്തിൽ ഒരൊറ്റ നിർവചനമായിട്ടാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് നമ്മൾ അതിനെ 4 പോയിന്റ് ആക്കി എന്നുള്ളത് മാത്രമാണ്. ഒറ്റ നിർവചനമാണ്, നമ്മൾ അതിനെ 4 പോയിന്റ് ആക്കി പറയുന്നുള്ളൂ എന്ന് മാത്രമാണ് ഉള്ളത്. എന്താണ് സ്ത്രീധനം? വരനോ വധുവോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ. എന്താണ് സ്ത്രീധനം എന്ന് ആദ്യത്തെ പോയിന്റ് പറഞ്ഞത്? ഒന്നുകിൽ വരനോ അല്ലെങ്കിൽ വധുവോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ വിവാഹ സമയത്തോ അതിനു മുൻപോ പിൻപോ, വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ വിവാഹം നടക്കുന്ന ആ സമയത്തോ അതിനു മുൻപോ അതിനു പിൻപോ പ്രത്യക്ഷമായോ പരോക്ഷമായോ, പ്രത്യക്ഷമായി കൊടുക്കുകയോ അല്ലെങ്കിൽ പരോക്ഷമായി കൊടുക്കുകയോ ചെയ്ത കൈമാറുന്ന അല്ലെങ്കിൽ കൈമാറാമെന്ന് സമ്മതിക്കുന്ന വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളെയും സ്ത്രീധനം എന്ന് പറയാം. വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ത്രീധനം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവാഹ സമയത്ത് കൊടുക്കുന്നതാണോ, മുൻപ് കൊടുക്കുന്നതാണോ, പിൻപ് കൊടുക്കുന്നതാണോ, വരൻ കൊടുക്കുന്നതാണോ, വധു കൊടുക്കുന്നതാണോ എന്നതുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യം വരാം. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ത്രീധനം എന്താണെന്നുള്ള ഒരു നിർവചനം അറിഞ്ഞിരിക്കണം. വരൻ കൊടുക്കുന്നതും അല്ലെങ്കിൽ വധു കൊടുക്കുന്നതും മാത്രമല്ല, വരനോ വധുവോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ എങ്ങനെ കൊടുക്കുന്നത്? വിവാഹ സമയത്തോ വിവാഹത്തിന് മുൻപോ പിൻപോ കൊടുക്കുന്നത്. എങ്ങനെ? പ്രത്യക്ഷമായോ പരോക്ഷമായോ കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുക്കാമെന്ന് സമ്മതിക്കുന്ന വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും എന്തിന്റെ കീഴിൽ വരും? സ്ത്രീധനത്തിന്റെ കീഴിൽ വരും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പറഞ്ഞത് എന്തിന്റെ നിർവചനമാണ്? സ്ത്രീധനം എന്താണ് എന്നതിന്റെ നിർവചനമാണ്. നമ്മൾ പൊതുവെ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്, വിവാഹ സമയത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിനുശേഷം കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിനു മുമ്പ് കൊടുക്കുന്നത് സ്ത്രീധനമാണോ, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്രത്യക്ഷമായി കൊടുക്കുന്നത് മാത്രമാണോ സ്ത്രീധനം, ഇനി വരൻ കൊടുക്കുന്നത് മാത്രമാണോ സ്ത്രീധനം, അല്ലെങ്കിൽ വധു വാങ്ങുന്നത് മാത്രമാണോ, അല്ലെങ്കിൽ ബന്ധുക്കൾ കൊടുക്കുന്നത് സ്ത്രീധനമാണോ എന്നൊക്കെ ഒരു സ്വാഭാവികപരമായിട്ടൊരു ഡൗട്ട് വരാം. ഈ നിർവചനം പഠിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സ്ത്രീധനം എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? ഇനി വിവാഹവുമായി ബന്ധപ്പെട്ട് വധു വരന്മാർക്ക് നൽകപ്പെടുന്ന ഉപഹാരങ്ങൾ സ്ത്രീധനത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപഹാരങ്ങൾ സമർപ്പിക്കാറുണ്ട്, അല്ലെ? എന്തെങ്കിലുമൊക്കെ പ്രസന്റേഷൻ കൊടുക്കാറുണ്ട്. ഈ എല്ലാ പ്രസന്റേഷനും എന്തിന്റെ പരിധിയിൽ വരുമെന്നാണ് പറയുന്നത്? സ്ത്രീധനത്തിന്റെ പരിധിയിൽ വരും. പക്ഷെ അതിലൊരു കണ്ടീഷൻ ഉണ്ട്. എന്നാൽ യാതൊരു അഭ്യർത്ഥനയും കൂടാതെ നൽകുന്ന ഉപഹാരങ്ങൾ അല്ലെങ്കിൽ സമ്മാനങ്ങൾ ഈ നിയമത്തിന്റെ കീഴിൽ വരുന്നതല്ല. അപ്പൊ വധുവോ അല്ലെങ്കിൽ വരനോ വധുവോ അഭ്യർത്ഥന ഒന്നും കൂടാതെ സ്വമേധയാ നിങ്ങളുടെ താല്പര്യത്തോടെ നിങ്ങളുടെ ഇഷ്ടത്തോടെ നൽകുന്ന സമ്മാനങ്ങളൊന്നും എന്തല്ല? ഈ നിയമത്തിന്റെ കീഴിൽ വരുന്നതല്ല. ഓക്കെ ആണല്ലോ? അപ്പൊ അതല്ലാതെ വരുന്ന, ആവശ്യപ്പെട്ട് വധുവോ അല്ലെങ്കിൽ വരനോ ആവശ്യപ്പെട്ട് നിങ്ങൾ നൽകുന്ന ഏതൊരു ഉപഹാരവും സ്ത്രീധനമാണ്. എന്നാൽ അവരുടെ ഒരു അഭ്യർത്ഥനയില്ലാതെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം സ്നേഹത്തോടു കൂടി കൊടുക്കുന്ന സമ്മാനങ്ങളൊന്നും ഏതിന്റെ കീഴിൽ വരില്ല? ഈ നിയമത്തിന്റെ കീഴിൽ വരുന്നതല്ല. ഇത്തരം ഉപഹാരങ്ങൾ, അതായത് അവരുടെ ആവശ്യമില്ലാതെ അവരെ അഭ്യർത്ഥിക്കാതെ നിങ്ങൾ സ്നേഹത്തോടെ നൽകുന്ന ഉപഹാരങ്ങൾ, ഇത്തരം ഉപഹാരങ്ങളുടെ വിവരങ്ങൾ അടങ്ങിയ ഒരു ലിസ്റ്റ് തയ്യാറാക്കി കൈവശം സൂക്ഷിച്ചിരിക്കണം. അതായത് അവർ സമ്മതത്തോടു കൂടി അവരുടെ സ്നേഹത്തിന്റെ ഇതിലായിട്ട് അവർ തരുന്നതാണ്. നിങ്ങൾ ഈ വധുവോ അല്ലെങ്കിൽ വരനോ അഭ്യർത്ഥിച്ച് വാങ്ങിയതല്ല എന്നുള്ള നിങ്ങൾക്ക് കിട്ടുന്ന പ്രസന്റേഷന്റെ എല്ലാം കൃത്യമായ ഒരു ലിസ്റ്റ് വധുവിൻ്റെയോ വരൻ്റെയോ കൈവശം ഉണ്ടായിരിക്കണം എന്നാണ് നിയമം പ്രതിപാദിക്കുന്നത്. ഇത് പ്രാവർത്തികമാണോ അല്ലയോ എന്ന് നമുക്ക് തന്നെ ആലോചിച്ച് നോക്കിയാൽ അറിയാം. പക്ഷെ നിയമത്തിൽ ഇതാണ് പറയുന്നത്. നമ്മൾ അഭ്യർത്ഥിച്ച
നൽകാത്ത അല്ലെങ്കിൽ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ നൽകുന്ന എല്ലാ ഉപഹാരങ്ങളും അടങ്ങിയ അവരുടെ ആ ഉപഹാരങ്ങളുടെ വിവരണം അടങ്ങിയ ഒരു ലിസ്റ്റ് എന്ത് ചെയ്യണം? കൈവശം ഉണ്ടായിരിക്കണം. ആ ലിസ്റ്റിൽ അല്ലെങ്കിൽ ആ ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കണം, അതായത് തരുന്ന ഉപഹാരങ്ങളുടെ ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ള ഒരു വിധവും കൃത്യമായി ആ നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. വിവാഹം നടക്കുന്ന സമയത്തോ വിവാഹം കഴിഞ്ഞ് ഉടൻ തന്നെയോ ലിസ്റ്റ് തയ്യാറാക്കണം. വിവാഹം നടക്കുന്ന സമയത്ത് ലഭിക്കുന്ന ആ ഒരു ഉപഹാരങ്ങളുടെ ലിസ്റ്റ് ആ സമയത്തോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ഉടനെയോ എന്ത് ചെയ്യണം? ഒരു ലിസ്റ്റ് എന്ത് ചെയ്യണം? തയ്യാറാക്കണം. എപ്പോൾ തയ്യാറാക്കണം എന്നൊരു ചോദ്യത്തിനാണ് ഈ പറഞ്ഞ ഉത്തരം വന്നത്. ഒന്നുകിൽ വിവാഹം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ഉടനെ ആ ഉപഹാരങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കണം. അടുത്ത പോയിന്റ്, ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ ഉപഹാരങ്ങൾ അടങ്ങിയ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, സമ്മാനങ്ങളുടെ ചെറു വിവരണം. എന്ത് സമ്മാനമാണ് തന്നത്, അതിൻ്റെ വളരെ ചെറിയൊരു വലിയ ലേഖനങ്ങളോ അല്ലെങ്കിൽ എസ്സേയോ അല്ല അവർ ഉദ്ദേശിക്കുന്നത്. എന്ത് സമ്മാനമാണ് തന്നത് എന്നുള്ള ഒരു ചെറിയ വിവരം, ഒരു ചെറു വിവരണം ഉണ്ടായിരിക്കണം. അടുത്ത പോയിന്റ്, സമ്മാനങ്ങളുടെ വില. നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു പ്രസന്റേഷൻ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വിലയൊക്കെ മാറ്റി കളഞ്ഞിട്ടാണ് കൊണ്ടു കൊടുക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യണം? ആ സമ്മാനങ്ങളുടെ വില കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഏകദേശ വില, മാർക്കറ്റിലുള്ള ഏകദേശ വില എന്ത് ചെയ്യണം? ആ ചെറു വിവരണത്തിൽ ഉണ്ടായിരിക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. അടുത്ത പോയിന്റ്, സമ്മാനം നൽകിയ അല്ലെങ്കിൽ നൽകുന്ന ആ വ്യക്തിയുടെ പേരും ആ വ്യക്തിയും വധുവും വരനും എന്നിവരുമായിട്ടുള്ള ബന്ധം. ആരാണ് സമ്മാനം നൽകിയത്, ആ നൽകിയ വ്യക്തി വധുവിൻ്റെ ആരാണ് അല്ലെങ്കിൽ വരൻ്റെ ആരാണ്, ആ ബന്ധവും ആ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറഞ്ഞത്. നമുക്ക് വിവാഹത്തിന് ലഭിക്കുന്ന ഉപഹാരങ്ങൾ അടങ്ങിയ ഒരു ലിസ്റ്റ് കൈവശം ഉണ്ടായിരിക്കണം. ആ ലിസ്റ്റ് എപ്പോൾ തയ്യാറാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ വിവാഹം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ഉടനെ ലിസ്റ്റ് കൈവശം ഉണ്ടായിരിക്കണം. ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. എന്ത് ഉപഹാരമാണ് കിട്ടിയത്, എന്ത് സമ്മാനമാണോ കിട്ടിയത്, ആ സമ്മാനത്തിന്റെ ചെറു വിവരണം ഉണ്ടായിരിക്കണം. 2, സമ്മാനത്തിന്റെ വില ഉണ്ടായിരിക്കണം. 3, ഇത് ആരാണ് നൽകിയത്, ആ നൽകിയ വ്യക്തിയും വധുവോ അല്ലെങ്കിൽ വരനോ ആയിട്ടുള്ള ബന്ധം എന്താണ്. ഇത്രയും കാര്യങ്ങൾ ആ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. ഇനി അതിനുശേഷം അതിൽ ലിസ്റ്റിൽ ഉണ്ടാവേണ്ട മറ്റു കാര്യങ്ങളാണ് വധു വരന്റെ ഒപ്പ് അഥവാ വിരലടയാളം ഉണ്ടായിരിക്കണം. വധുവിന്റെയോ വരന്റെയോ രണ്ടുപേരുടെയും, വധുവിന്റെയും വരന്റെയും എന്തുണ്ടായിരിക്കണം? ഒപ്പ് അടങ്ങിയിരിക്കണം. ഒപ്പ് പറ്റിയില്ലെങ്കിൽ എന്തായാലും മതി, വിരലടയാളമായാലും ആ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. വിവാഹത്തിൽ പങ്കെടുക്കുന്ന മറ്റേതെങ്കിലും ബന്ധുവിന്റെ ഒപ്പ് കൂടി ഉണ്ടായിരിക്കണം. വധുവും വരനും ഒപ്പിട്ട് കഴിഞ്ഞു. അത് മാത്രമല്ല, ആ വിവാഹത്തിന് അന്നേ ദിവസം പങ്കെടുത്ത ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ ഒപ്പും കൂടി ആ ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നമ്മൾ സ്ത്രീധന നിരോധന നിയമത്തെ പറ്റിയാണ് ചർച്ച ചെയ്തു വരുന്നത്. 1961 കേന്ദ്ര സർക്കാർ പാസാക്കിയ സ്ത്രീധന നിരോധന നിയമം ചർച്ച ചെയ്യുകയാണ്. ആദ്യം പാസാക്കിയ സംസ്ഥാനം ഏതാണ്, എന്താണ് സ്ത്രീധനം, അതിന്റെ നിർവചനം എന്താണ്, സ്ത്രീധനം നൽകേണ്ട സമയത്ത് അല്ലെങ്കിൽ ആര് നൽകുന്നതാണ് സ്ത്രീധനം, അല്ലെങ്കിൽ നമ്മൾ കൈവശം നമുക്ക് ലഭിക്കുന്ന ഉപഹാരങ്ങളുടെ ലിസ്റ്റ് സൂക്ഷിച്ചിരിക്കണം. ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള പോയിന്റ്സ് നമുക്ക് ചർച്ച ചെയ്യാം. മുസ്ലിം വ്യക്തി നിയമത്തിലെ വിവാഹത്തിന് കൈമാറുന്ന മഹർ സ്ത്രീധനത്തിന്റെ പരിധിയിൽ വരില്ല. മുസ്ലിം വിവാഹങ്ങളിൽ നൽകുന്ന മഹർ എന്ന് പറയുന്ന സംവിധാനം എന്തിന്റെ പരിധിയിൽ വരുന്നതല്ല? സ്ത്രീധന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. ഹിന്ദു സ്ത്രീകൾക്ക് വിവാഹ സമയത്ത് നൽകുന്ന എല്ലാ സമ്മാനങ്ങളും സ്ത്രീധനത്തിന്റെ പരിധിയിൽ വരും. ഈ സമ്മാനങ്ങളുടെ സൂക്ഷിപ്പുകാരൻ മാത്രമായിരിക്കും ഭർത്താവ്. മുസ്ലിം വിവാഹ സമയത്ത് നൽകുന്ന മഹർ എന്തല്ല, സ്ത്രീധന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല. എന്നാൽ ഹിന്ദു വിവാഹങ്ങൾക്ക് നൽകുന്ന, സ്ത്രീക്ക് നൽകുന്ന എല്ലാ ഉപഹാരങ്ങളും എന്തിന്റെ പരിധിയിൽ വരും? നമ്മുടെ സ്ത്രീധന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ആ ഉപഹാരങ്ങളുടെ സൂക്ഷിപ്പുകാരൻ മാത്രമായിരിക്കും ഭർത്താവ്. ഭർത്താവിന് ആ ഉപഹാരങ്ങളിൽ യാതൊരുവിധ എന്തുമില്ല, അവകാശവുമില്ല. അതിന്റെ സൂക്ഷിപ്പുകാരൻ മാത്രമായിരിക്കും ആര്? ഭർത്താവ്. ഭാര്യ ആവശ്യപ്പെട്ടാൽ ഈ സമ്മാനം തിരികെ നൽകണം. ഭർത്താവ് അതിന് സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. ഭാര്യ എപ്പോഴാണോ ആ ഒരു സമ്മാനങ്ങൾ ആവശ്യപ്പെടുന്നത് ആ സമയത്ത് ഭർത്താവ് എന്ത് ചെയ്യണം? ആ സമ്മാനങ്ങൾ തിരികെ നൽകണം. സ്ത്രീധനം വാങ്ങുകയോ വാങ്ങാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതായി തെളിഞ്ഞാൽ എന്ത് ശിക്ഷ ലഭിക്കും? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ സ്ത്രീധന നിരോധന നിയമം ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ശിക്ഷ കിട്ടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ പോയിന്റ്, സ്ത്രീധനം വാങ്ങുകയോ വാങ്ങാൻ പ്രേരിപ്പിക്കുകയോ ചെയ്ത ഒരാൾക്ക് അതങ്ങനെയായി വാങ്ങുകയോ വാങ്ങാൻ പ്രേരിപ്പിക്കുകയോ ചെയ്തതായി തെളിഞ്ഞു കഴിഞ്ഞാൽ ലഭിക്കാവുന്ന ശിക്ഷ ഇതാണ്: 5 വർഷം തടവും സ്ത്രീധനത്തിന് തുല്യമായ തുകയോ
അല്ലെങ്കിൽ 15,000 രൂപയോ ഏതാണോ കൂടുതൽ ആ പിഴയും ലഭിക്കും. അതായത് ഏതോ ഒരു വ്യക്തി സ്ത്രീധനം വാങ്ങി അല്ലെങ്കിൽ ഒരു വ്യക്തി സ്ത്രീധനം വാങ്ങാനായി പ്രേരിപ്പിച്ചു. ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് 5 വർഷം തടവും ലഭിക്കും, പിഴയും ലഭിക്കും. പിഴ എങ്ങനെയാ പറയുന്നത്? ഒന്നുകിൽ സ്ത്രീധനത്തിന് തുല്യമായ തുകയായിരിക്കും പിഴ, അല്ലെങ്കിൽ 15,000 രൂപയായിരിക്കും പിഴ. ഇതിൽ ഏതാണോ കൂടുതൽ, സ്ത്രീധനം കൊടുത്ത തുകയാണ് കൂടുതലെങ്കിൽ അത്രയും തുക തന്നെ പിഴയായിട്ട് കൊടുക്കണം. ഇനി 15,000 രൂപയാണ് കൂടുതലെങ്കിൽ ആ 15,000 രൂപ എന്ത് ചെയ്യണം? പിഴയായിട്ട് നൽകണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? സ്ത്രീധനം വാങ്ങുകയോ വാങ്ങാൻ പ്രേരിപ്പിക്കുകയോ ചെയ്ത ഒരാൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ 5 വർഷം തടവും സ്ത്രീധനത്തിന് തുല്യമായ തുകയോ 15,000 രൂപയോ ഏതാണോ കൂടുതൽ അത് പിഴയായി ലഭിക്കും. സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ, വാങ്ങിയിട്ടില്ല, അതുപോലെ തന്നെ വാങ്ങാനായി പ്രേരിപ്പിച്ചതുമില്ല, എന്നാൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കുന്നതാണ്. സ്ത്രീധനം ആവശ്യപ്പെട്ടാലുള്ള ശിക്ഷ 6 മാസത്തിൽ കുറയാത്തതും 2 വർഷം വരെ നീളാവുന്നതുമായ തടവും 10,000 രൂപ പിഴയും. ഇപ്പൊ സ്ത്രീധനം ആരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ശിക്ഷ കിട്ടും? 6 മാസം മുതൽ 2 വർഷം വരെയുള്ള തടവും 10,000 രൂപയുമാണ് സ്ത്രീധനം ആവശ്യപ്പെട്ടാലുള്ള ശിക്ഷയായിട്ട് വിധിച്ചിട്ടുള്ളത്. തൻ്റെ മകന്റെയോ മകനെയോ മകളെയോ വിവാഹം കഴിക്കുന്നവർക്കായി പ്രതിഫലം വാഗ്ദാനം ചെയ്ത് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകിയാൽ, വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇത് പരിചിതമല്ലെങ്കിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ തൻ്റെ മകനെയോ അല്ലെങ്കിൽ മകളെയോ വിവാഹം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര രൂപ സ്ത്രീധനം നൽകാം എന്നുള്ളൊരു പരസ്യം ചെയ്യും. അത് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെയുള്ള പരസ്യമാണെങ്കിൽ അത് ശിക്ഷാർഹമാണ്. അപ്പൊ അതിന് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം മുതൽ 5 വർഷം വരെ തടവും ലഭിക്കും, പിഴയും ലഭിക്കും. 6 മാസം മുതൽ 5 വർഷം വരെയുള്ള തടവും പിഴയും. എന്താണ് പോയിന്റ് പറഞ്ഞേ? തൻ്റെ മകനെയോ മകളെയോ വിവാഹം കഴിക്കുന്നവർക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ട് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകുന്ന ആൾക്കുള്ള ശിക്ഷയാണ് 6 മാസം മുതൽ 5 വർഷം വരെ തടവും എന്ത് ലഭിക്കാവുന്നതാണ്? പിഴയും ലഭിക്കാവുന്നതാണ്. ഒരു സ്ത്രീയിൽ നിന്ന് ആരെങ്കിലും സ്ത്രീധനം വാങ്ങിയാൽ, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സ്ത്രീയിൽ നിന്ന് സ്ത്രീധനം വാങ്ങി എന്ന് വിചാരിക്കാം, അത് എപ്പോഴാണ് തിരികെ കൊടുക്കേണ്ടത്, എപ്പോ അത് തിരികെ നൽകണം എന്നുള്ള ഒരു വ്യവസ്ഥയാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ സ്ത്രീധനം വാങ്ങുകയാണെങ്കിൽ വിവാഹത്തിന് മുമ്പ് വാങ്ങിയതെങ്കിൽ വിവാഹം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ തിരികെ നൽകണം. വിവാഹത്തിന് മുമ്പാണ് ഇത് വാങ്ങിയതെങ്കിൽ ഇത് തെറ്റാണ്, ഇത് കുറ്റകരമാണ്. എങ്കിലും അത് എപ്പോഴാണ് തിരികെ നൽകേണ്ടതെന്ന് കൃത്യമായിട്ട് നിയമത്തിൽ പറയുന്നുണ്ട്. വിവാഹത്തിന് മുമ്പ് വാങ്ങിയതാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ വാങ്ങിയ സ്ത്രീധനം എന്ത് ചെയ്യണം? തിരികെ നൽകിയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, വിവാഹ സമയത്തോ അതിനുശേഷമോ ആണ് കൈപ്പറ്റിയെങ്കിൽ, വിവാഹം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമാണ് സ്ത്രീധനം കൈപ്പറ്റിയെങ്കിൽ ആ തീയതി എപ്പോഴാണോ കൈപ്പറ്റിയത് ആ തീയതിക്ക് 3 മാസത്തിനകം, ആ തീയതി മുതൽ 3 മാസത്തിനകം എന്ത് ചെയ്യണം? ആ സ്ത്രീധനം, കൈപ്പറ്റിയ സ്ത്രീധനം തിരികെ നൽകണം. മൂന്നാമത്തെ പോയിന്റ്, സ്ത്രീ മൈനർ ആണെങ്കിൽ, അതായത് 18 വയസ്സ് തികയാത്ത വ്യക്തിയാണെങ്കിൽ, സ്ത്രീ മൈനർ ആണെങ്കിൽ 18 വയസ്സ് തികഞ്ഞ് 3 മാസത്തിനകം, അതായത് നമ്മൾ വാങ്ങുന്ന അല്ലെങ്കിൽ സ്ത്രീധനം ഏത് സ്ത്രീ നിന്നാണോ മേടിച്ചത് ആ സ്ത്രീ മൈനർ ആണെങ്കിൽ നിയമലംഘനമാണ്. മൈനർ ആയിട്ടുള്ള ഒരു സ്ത്രീയിൽ നിന്ന് സ്ത്രീധനം വാങ്ങുന്നതേ തെറ്റാണ്. ഒരു മൈനർ ആയിട്ടുള്ള ഒരു സ്ത്രീയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ആ സ്ത്രീക്ക് 18 വയസ്സ് തികഞ്ഞ് 3 മാസത്തിനകത്ത് എന്ത് ചെയ്യണം? സ്ത്രീധനം തിരികെ നൽകിയിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ സ്ത്രീധനം എപ്പോ തിരികെ നൽകണം എന്നുള്ള വ്യവസ്ഥകളാണ് പറഞ്ഞത്. വിവാഹത്തിന് മുമ്പാണെങ്കിൽ 3 മാസത്തിന് ശേഷം, വിവാഹത്തിന് 3 മാസത്തിനകത്ത് സ്ത്രീധനം തിരിച്ചു കൊടുക്കണം. വിവാഹ സമയത്തോ വിവാഹത്തിന് ശേഷമോ ആണ് കൈപ്പറ്റിയെങ്കിൽ, എപ്പോഴാണോ കൈപ്പറ്റിയത് അതിന് 3 മാസത്തിനകത്ത് എന്ത് ചെയ്യണം? തിരികെ കൊടുക്കണം. ഇനി സ്ത്രീ മൈനർ ആണെങ്കിൽ സ്ത്രീക്ക് 18 വയസ്സായി 3 മാസത്തിനകത്ത് എന്ത് ചെയ്യണം? ആ വാങ്ങിയ സ്ത്രീധനം തിരികെ നൽകിയിരിക്കണം. ഈ പറഞ്ഞ വ്യവസ്ഥകളിൽ എന്തെങ്കിലും പിഴവ് വരുത്തുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് 6 മാസം മുതൽ 6 വർഷം വരെ നീളാവുന്ന തടവ് ശിക്ഷയും പിഴയും ലഭ്യമാണ്. ഓക്കെ ആണല്ലോ? നമ്മൾ നേരത്തെ ഒരു 3 പോയിന്റ് ചർച്ച ചെയ്തായിരുന്നു. അതായത് എപ്പോഴാണ് സ്ത്രീധനം തിരികെ നൽകേണ്ടത് എന്നുള്ള 3 പോയിന്റ്സ് ആണ് ചർച്ച ചെയ്തത്. ആ 3 പോയിന്റ്സ് അല്ലെങ്കിൽ ആ പറഞ്ഞ വ്യവസ്ഥകളിൽ എന്തെങ്കിലും പിഴവ് വരുത്തി കഴിഞ്ഞാൽ എന്താ ശിക്ഷയുള്ളത്? 6 മാസം മുതൽ 6 വർഷം വരെ നീളാവുന്ന എന്താണ്? തടവും ലഭ്യമാവും, പിഴയും ലഭ്യമാവും. ഓക്കെ ആണല്ലോ?
സ്ത്രീ മരണപ്പെടുകയാണെങ്കിൽ നിയമാനുസൃതമായ പിന്തുടർച്ചാവകാശിക്കായിരിക്കണം സ്ത്രീധനം കൈമാറേണ്ടത്. നമ്മൾ ഈ പറഞ്ഞ ഒരു വ്യവസ്ഥയിൽ ഈ കാലയളവിൽ എപ്പോഴെങ്കിലും സ്ത്രീ മരണപ്പെടുകയാണെങ്കിൽ ആർക്ക് സ്ത്രീധനം നൽകണം? നിയമാനുസൃതമായ പിന്തുടർച്ചാവകാശിക്ക്, മരണപ്പെട്ട സ്ത്രീയുടെ നിയമാനുസൃതമായ പിന്തുടർച്ചാവകാശിക്ക് എന്ത് നൽകണം? സ്ത്രീധനം നൽകിയിരിക്കണം. തിരിച്ച് കൈമാറേണ്ടത് ആ നിയമാനുസൃതമായ പിൻഗാമിക്കാണ് സ്ത്രീധനം തിരിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി കേരളത്തിൽ സ്ത്രീധന നിരോധന ചട്ടങ്ങൾ പ്രകാരം, കേരളത്തിൽ സ്ത്രീധന നിരോധന ചട്ടങ്ങൾ വന്നു. 97 നമ്മൾ സംസ്ഥാന സർക്കാർ ചട്ടങ്ങൾ ഇറക്കി, 2004 അതിൽ ഭേദഗതി വരുത്തി എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഈ കേരളത്തിൽ വന്ന ഈ സ്ത്രീധന നിരോധന ചട്ടങ്ങൾ പ്രകാരം 2007 ഓഗസ്റ്റ് 1 മുതൽ, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറയുന്നത്, 2007 ഓഗസ്റ്റ് 1 മുതൽ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും താൻ സ്ത്രീധനം വാങ്ങാതെയാണ് വിവാഹം കഴിച്ചതെന്ന സത്യവാങ്മൂലം അതാത് വകുപ്പ് മേധാവികൾക്ക് നൽകിയിരിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ സ്ത്രീധന നിരോധന ചട്ടപ്രകാരം 2007, ഡേറ്റ് ആലോചിച്ചോണം, 2007 ഓഗസ്റ്റ് 1 ശേഷം സർവീസിൽ കയറിയ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. 2007 ഓഗസ്റ്റ് 1 മുതൽ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, ഞാൻ വിവാഹം കഴിച്ചത് സ്ത്രീധനം വാങ്ങാതെയാണ് എന്നൊരു സത്യവാങ്മൂലം തയ്യാറാക്കി ആർക്ക് നൽകിയിരിക്കണം? അദ്ദേഹം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന വകുപ്പിന്റെ മേധാവിക്ക് ആ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കണം. ആ ഡേറ്റ് എന്നാണ്? 2007 ഓഗസ്റ്റ് 1 മുതലാണ്. ഈ പറഞ്ഞ ഈ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് സ്ത്രീധനം വാങ്ങാതെയാണ് താൻ വിവാഹം കഴിച്ചത് എന്ന് തയ്യാറാക്കിയ സത്യവാങ്മൂലം. അതിൽ ഉൾപ്പെടുത്തേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, ഭാര്യയുടെ ഒപ്പ് വേണം, ഭാര്യയുടെ ഒപ്പ്. രണ്ടാമത്തത്, ഈ ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ ഈ സ്ത്രീധനം വാങ്ങാതെ വിവാഹം കഴിച്ചു എന്ന് സത്യവാങ്മൂലം നൽകിയ ആ ഒരു ഉദ്യോഗസ്ഥന്റെ അച്ഛന്റെ ഒപ്പ് വേണം. ഒന്നാമത്തെ ആരെയായിരുന്നു? ഭാര്യയുടെ ഒപ്പ് ഉണ്ടായിരിക്കണം, ആ ഉദ്യോഗസ്ഥന്റെ അച്ഛന്റെ ഒപ്പ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് ഭാര്യ പിതാവിന്റെ ഒപ്പ് ഉണ്ടായിരിക്കണം. 3 പേരുടെ ഒപ്പ്, ഈ 3 പേര് സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലമാണ് ഇദ്ദേഹം വകുപ്പ് മേധാവിക്ക് സമർപ്പിക്കേണ്ടത്. ഒന്നാമത്തത് ഭാര്യയുടെ ഒപ്പ്, രണ്ടാമത്തത് അച്ഛന്റെ ഒപ്പ്, മൂന്നാമത്തത് ഭാര്യ പിതാവിന്റെ ഒപ്പും ഈ ഒരു സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരിക്കണം. വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഭർതൃഗൃഹത്തിൽ വെച്ച് സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചാൽ സ്ത്രീധന മരണമായി കണക്കാക്കാം. വിവാഹം കഴിഞ്ഞു 7 വർഷത്തിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് സ്ത്രീ മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് എന്തായി കണക്കാക്കും? സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണമായി കണക്കാക്കാം. എത്ര വർഷത്തിനുള്ളിൽ മരിച്ചു കഴിഞ്ഞാലാണ്? 7 വർഷത്തിനുള്ളിൽ ഭർതൃഗൃഹത്തിൽ വെച്ച് സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്ത്രീധന മരണമായി ഇതിനെ എന്ത് ചെയ്യാം? കണക്കാക്കാം. സംസ്ഥാന സർക്കാർ ഒരു സ്ത്രീധന നിരോധന ഓഫീസറെ നിയമിച്ചിരിക്കണം. അപ്പൊ ഈ ഒരു സ്ത്രീധന നിരോധനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമത്തിലെ വ്യവസ്ഥകളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഒരു കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരും കുറച്ച് ചട്ടങ്ങൾ രൂപീകരിച്ചായിരുന്നു. അങ്ങനെ സംസ്ഥാന സർക്കാർ സ്ത്രീധന നിരോധന ഓഫീസറുകളെ എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും ഓരോ സ്ത്രീധന നിരോധന ഓഫീസറുകളെ നിയമിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? സംസ്ഥാന സർക്കാരിനുണ്ട്. ഓക്കെ ആണല്ലോ. ഇപ്പൊ സ്ത്രീധനം തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ എല്ലാ ജില്ലകളിലും ആരെ നിയമിക്കുന്നു? സ്ത്രീധന നിരോധന ഓഫീസറിനെ നിയമിക്കുന്നു. ഇനി ഈ സ്ത്രീധന നിരോധന ഓഫീസറിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ത്രീധന നിരോധന ഓഫീസറിന് വളരെ പ്രധാനപ്പെട്ട ഒരു 3 ചുമതലകൾ പറയുന്നുണ്ട്. ഒന്നാമത്തത്, നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ സ്ത്രീധന നിരോധന നിയമം 1961 ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു നിയമമുണ്ട്. അപ്പൊ ആ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ആര് ഉറപ്പുവരുത്തിയിരിക്കണം? ഈ സ്ത്രീധന നിരോധന ഓഫീസർ ഉറപ്പുവരുത്തിയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, സ്ത്രീധനം വാങ്ങുന്നതും ആവശ്യപ്പെടുന്നതും തടയുക. ഇത് തടയാനായിട്ടുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? സ്ത്രീധന നിരോധന ഓഫീസർക്കുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വിവാഹ സമയത്തോ അല്ലെങ്കിൽ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീധനം കൊടുക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് തടയാനും അത് ആവശ്യപ്പെടുന്നത് തടയാനും ആർക്ക് സാധിക്കും? ഈ സംസ്ഥാന സർക്കാർ നിയോഗിച്ച സ്ത്രീധന നിരോധന ഓഫീസറിന് സാധിക്കും. ഇപ്പൊ 2 പോയിന്റ്സ് പറഞ്ഞു. നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ പോയിന്റ്, സ്ത്രീധനം വാങ്ങുന്നതും ആവശ്യപ്പെടുന്നതും എന്ത് ചെയ്യുക? തടയുക. മൂന്നാമത്തത്, കുറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക. ഇപ്പൊ ഏതോ ഒരു വ്യക്തി സ്ത്രീധനം വാങ്ങുകയോ ആവശ്യപ്പെടുകയോ ചെയ്തു, അതൊരു കുറ്റകൃത്യമാണ്.
അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ബലപ്പെടണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഉണ്ടായിരിക്കണം. ആ തെളിവുകൾ ശേഖരിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? സ്ത്രീധന നിരോധന ഓഫീസർക്കാണ്. അപ്പൊ 3 പോയിന്റ്സ് പറഞ്ഞു. ഒന്ന്, നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. സ്ത്രീധനം ആവശ്യപ്പെടുന്നതും വാങ്ങുന്നതും തടയുക. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റങ്ങളിൽ തെളിവുകൾ എന്ത് ചെയ്യുക? ശേഖരിക്കുക എന്നതും സ്ത്രീധന നിരോധന ഓഫീസറിന്റെ ചുമതലയാണ്. സ്ത്രീധന നിരോധന ഓഫീസർക്ക് നിർദ്ദേശം നൽകാൻ ഒരു ഉപദേശക സമിതി സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുക. സംസ്ഥാന സർക്കാരാണ് സ്ത്രീധന നിരോധന ഓഫീസറിനെ എന്ത് ചെയ്തത്? നിയമിച്ചത്. അപ്പൊ ഈ സ്ത്രീധന നിരോധന ഓഫീസറിനെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകാനായി ഒരു ഉപദേശക സമിതിയെയും സംസ്ഥാന സർക്കാരിന് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ 14 ജില്ലകളിലും സ്ത്രീധന നിരോധന ഓഫീസറിനെ നിയമിച്ചത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. ഈ സംസ്ഥാന സർക്കാരിന് ഈ ഓഫീസർമാർക്ക് കൃത്യമായി നിർദ്ദേശം നൽകാനായി ഒരു ഉപദേശക സമിതി ഉണ്ടാക്കാനും സർക്കാരിന് അധികാരമുണ്ട്. ആ ഉപദേശക സമിതിയുടെ അംഗസംഖ്യ 5 ആയിരിക്കും. ആ ഉപദേശക സമിതിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും? 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 അംഗങ്ങളിൽ 2 പേര് തീർച്ചയായും എന്തായിരിക്കണം? വനിതകളായിരിക്കണം. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞു സംസ്ഥാന സർക്കാരിന് ഒരു ഉപദേശക സമിതി രൂപീകരിക്കാൻ അധികാരമുണ്ട്. ആ ഉപദേശക സമിതിയാണ് ഈ സ്ത്രീധന നിരോധന ഓഫീസർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നത്. ആ സമിതിയുടെ അംഗസംഖ്യ 5 ആണ്. അതിൽ എത്ര വനിതകൾ ഉണ്ടായിരിക്കണം? 2 വനിതകൾ ഉണ്ടായിരിക്കണം. ഒരു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ താഴെയുള്ള കോടതികൾക്ക് ഈ കേസ് പരിഗണിക്കാൻ കഴിയുന്നതല്ല. അതായത് ഈ സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ആര് പരിഗണിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണ്. ഒരു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മാത്രമേ, ആർക്കാണ്? ഒരു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മാത്രമേ സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? പരിഗണിക്കാൻ സാധിക്കുള്ളൂ. അതിന് താഴെയുള്ള കോടതികൾക്കൊന്നും എന്ത് ചെയ്യില്ല? ഈ നിയമവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പരിഗണിക്കാൻ സാധിക്കുന്നതല്ല. പരാതികൾ 30 ദിവസത്തിനകത്ത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ എത്ര ദിവസം? 30 ദിവസം അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ, 1 മാസം അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പരാതികൾ എന്ത് ചെയ്യണം? അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കണം. ഇനി നമുക്ക് സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ആർക്ക് നൽകാം, എങ്ങനെ നൽകണം എന്നുള്ള വ്യവസ്ഥകളാണ് നോക്കുന്നത്. അപ്പൊ പരാതി നൽകേണ്ടത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ ജില്ലാ ഓഫീസർമാർക്കോ അല്ലെങ്കിൽ പോലീസിനോ നിങ്ങൾക്ക് നേരിട്ട് പരാതി നൽകാവുന്നതാണ്. വനിതാ ശിശു വികസന വകുപ്പിന്റെ ജില്ലാ ഓഫീസർക്കോ അല്ലെങ്കിൽ പോലീസിനോ നേരിട്ട് എന്ത് നൽകാം? സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നിങ്ങൾക്ക് സമർപ്പിക്കാം. ഇനി പോസ്റ്റലായി വേണമെങ്കിലും പരാതി നൽകാം. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പോയി പരാതി നൽകാൻ സാധിച്ചിട്ടില്ലെങ്കിലും എങ്ങനെയും പരാതി നൽകാൻ സാധിക്കും. ഈ 2 ആൾക്കാർക്ക്, അതായത് വനിതാ ശിശു വികസന വകുപ്പിന്റെ ജില്ലാ ഓഫീസർക്കോ പോലീസിനോ എങ്ങനെയും പരാതി നൽകാം. പോസ്റ്റലായും എന്ത് ചെയ്യാം? പരാതി നൽകാം. പരാതിക്കാരിയുടെ മാതാപിതാക്കൾക്കോ ഏതെങ്കിലും സംഘടനയ്ക്കോ പരാതി നൽകാം. പരാതിക്കാരി തന്നെ പരാതി നൽകണമെന്ന് നിർബന്ധമില്ല. ആർക്കും നൽകാം. പരാതിക്കാരിയുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയ്ക്കോ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നൽകാം. പക്ഷെ അങ്ങനെ പരാതി നൽകണമെങ്കിൽ പരാതിക്കാരിയുടെ സമ്മതത്തോടു കൂടി മാത്രമേ എന്ത് ചെയ്യാവൂ? അങ്ങനെ ഒരു നൽകാൻ സാധിക്കുകയുള്ളൂ, ഒരു പരാതി നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ പരാതി ആർക്ക് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, ഒന്നുകിൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ ജില്ലാ ഓഫീസർക്ക് അല്ലെങ്കിൽ പോലീസിന്. എങ്ങനെയും നൽകാം പരാതി. പോസ്റ്റൽ ആയും എന്ത് ചെയ്യാം? പരാതി നൽകാം. പരാതിക്കാരിയുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ എന്ത് നൽകാവുന്നതാണ്? പരാതി നൽകാവുന്നതാണ്. പരാതി കിട്ടിയാൽ ജില്ലാ ഓഫീസർ പ്രാഥമിക അന്വേഷണം നടത്തും. ഭർത്താവ് കുറ്റം നിഷേധിച്ചാൽ അന്വേഷണം പോലീസിന് കൈമാറും. സാധാരണ നിലയിൽ നമ്മൾ പറഞ്ഞു പരാതി ആർക്ക് നൽകാം? വനിതാ ശിശു വികസന വകുപ്പിന്റെ ജില്ലാ ഓഫീസറിന് പരാതി നൽകാം. ശിശു വികസന ഓഫീസർ അല്ലെങ്കിൽ ജില്ലാ ഓഫീസറിന്റെ കൈവശം കിട്ടിയ പരാതിയിൽ ആദ്യം ആ ജില്ലാ ഓഫീസർ എന്ത് നടത്തും? ഒരു പ്രാഥമിക അന്വേഷണം നടത്തുന്നു. അതിനുശേഷം ആ പ്രാഥമിക അന്വേഷണത്തിനെ തുടർന്ന് ഭർത്താവ് ആ കുറ്റം നിഷേധിച്ചു കഴിഞ്ഞാൽ ജില്ലാ ഓഫീസർ നേരിട്ട് ഈ പരാതി ആർക്ക് സമർപ്പിക്കും? പോലീസിന് കൈമാറും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ജില്ലാ ഓഫീസറിന്റെ കയ്യിൽ ആദ്യം പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അവരൊരു പ്രാഥമിക അന്വേഷണം നടത്തുമെങ്കിലും ഭർത്താവ് ആ കുറ്റം നിഷേധിച്ചു കഴിഞ്ഞാൽ തുടർ അന്വേഷണങ്ങൾക്കായിട്ട് ഈ പരാതി ആർക്ക് നൽകും? പോലീസിന് കൈമാറും. എല്ലാ വെള്ളിയാഴ്ചയും പഞ്ചായത്തുകളിൽ നടക്കുന്ന അദാലത്തിൽ പരാതി നൽകാം.
എല്ലാ വെള്ളിയാഴ്ച തോറും പഞ്ചായത്തുകളിൽ നടക്കുന്ന അദാലത്തിലും നിങ്ങൾക്ക് എന്ത് സമർപ്പിക്കാം? പരാതി നൽകാം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പരാതി ആർക്കൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു? ജില്ലാ ഓഫീസറിനും പോലീസിനും. പറ്റിയില്ല എങ്കിൽ എല്ലാ വെള്ളിയാഴ്ച തോറും പഞ്ചായത്തുകളിൽ നടക്കുന്ന അദാലത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പരാതി നൽകാവുന്നതാണ്. ഇനി വനിതാ ശിശു വികസന വകുപ്പിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറായ 181 വിളിച്ച് പരാതി നൽകാം. അപ്പൊ നിങ്ങൾക്ക് പോയി പരാതി നൽകാനോ പോസ്റ്റൽ ഓർഡർ അല്ലെങ്കിൽ പോസ്റ്റ് വഴി പരാതി അയക്കാനോ കഴിഞ്ഞില്ല എങ്കിൽ വനിതാ ശിശു വികസന വകുപ്പിന് ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. ആ നമ്പർ എത്രയാണ്? 181 വനിതാ ശിശു വികസന വകുപ്പിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ആയിട്ടുള്ള 181 വിളിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പരാതി നൽകാൻ സാധിക്കും. ഇനി നേരിട്ട് ചെന്ന് പക്ഷെ ഒപ്പിടണം. നമ്മൾ അങ്ങനെ വിളിച്ച് പരാതി നൽകി കഴിഞ്ഞാലും നേരിട്ട് ചെന്ന് എന്ത് ചെയ്യണം? ഒപ്പിട്ട് നൽകേണ്ടതുണ്ട്. ഇനി സ്ത്രീധന നിരോധന ദിനം. നമ്മൾ സ്ത്രീധന നിരോധന നിയമത്തിനെ പറ്റി പഠിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമുണ്ട്. നമ്മുടെ രാജ്യത്ത് സ്ത്രീധന നിരോധന ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26 എന്നാണ് നവംബർ 26 സ്ത്രീധന നിരോധന ദിനം എന്നാണ് നവംബർ 26 സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള ഈ നമ്മൾ പറഞ്ഞ ഈ വ്യവസ്ഥകളിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ IPC സെക്ഷനും എന്ത് ചെയ്യാറുണ്ട്? ചുമത്താറുണ്ട്. അപ്പൊ ഏതൊക്കെ IPC സെക്ഷനുകളാണ്, ഇന്ത്യൻ പീനൽ കോഡിലെ ഏതൊക്കെ സെക്ഷനുകളാണ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ടതായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവാഹ സമയത്ത് സ്ത്രീക്ക് ലഭിച്ച സമ്മാനം സ്ത്രീയുടെ സമ്മതമില്ലാതെ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചാൽ, വിവാഹ സമയത്ത് സ്ത്രീക്ക് ലഭിക്കുന്ന സമ്മാനങ്ങളുണ്ട്. ആ സമ്മാനങ്ങൾ സ്ത്രീയുടെ സമ്മതമില്ലാതെ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചാൽ ഏതാണ്? IPC 406 സെക്ഷൻ ഏതാണ്? IPC 406 വിവാഹ സമയത്ത് സ്ത്രീക്ക് ലഭിച്ച സമ്മാനം സ്ത്രീയുടെ സമ്മതമില്ലാതെ എന്ത് ചെയ്താൽ മറ്റാവശ്യത്തിനായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ IPC 406 എന്നാൽ സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ടുള്ള IPC സെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ IPC 304B ആണ്. സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷൻ ഏതാണ്? IPC 304B ആണ്. ഈ സ്ത്രീധന മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ എന്താന്ന് ചോദിച്ചാൽ 7 വർഷം മുതൽ ജീവപര്യന്തം വരെ ഇതിന് തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. അപ്പൊ IPC 304 ചുമത്തപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കാം? ജീവപര്യന്തം വരെ. 7 വർഷം മുതൽ ജീവപര്യന്തം വരെ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ശിക്ഷ ലഭിക്കും. ഇപ്പൊ 2 IPC സെക്ഷനാണ് പറഞ്ഞത്. ഒന്ന് IPC 406 പറയുന്നത് സ്ത്രീയുടെ സമ്മാനങ്ങൾ, വിവാഹ സമയത്ത് ലഭിച്ച സമ്മാനങ്ങൾ സ്ത്രീയുടെ എന്ത് സമ്മതമില്ലാതെ മറ്റാവശ്യത്തിനായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ IPC 406 ചുമത്തപ്പെടാം. IPC 406 മറ്റു പല വ്യവസ്ഥകളും ഉണ്ട്. അതിൽ ഒരു വ്യവസ്ഥയാണ് എന്ത് പറയുന്നത്? വിവാഹ സമയത്ത് സ്ത്രീക്ക് ലഭിച്ച സമ്മാനങ്ങൾ സ്ത്രീയുടെ സമ്മതമില്ലാതെ മറ്റാവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ IPC 406 ചുമത്തപ്പെടാം. ഇനി സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള മരണം വന്നു കഴിഞ്ഞാൽ IPC 304B ചുമത്തപ്പെടാം. അതിനുള്ള ശിക്ഷ എന്താണ്? 7 വർഷം മുതൽ ജീവപര്യന്തം വരെയുള്ള തടവ് ശിക്ഷയായിരിക്കും.